Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി സീരീസ് ആണ്. MCUവിന്റെ ഏറ്റവും മികച്ച സീരീസ് ലോക്കിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത് നിൽക്കുന്ന സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂൺ നൈറ്റ് ആണ്. പറഞ്ഞു വരുമ്പോൾ MCUവിന്റെ സ്റ്റോറിയായിട്ട് വലിയ കണക്ഷനൊന്നും മൂൺ നൈറ്റിനില്ല. പക്ഷെ അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ സീരീസ് വേറെ ലെവലാണ്. സ്റ്റോറി കൊണ്ടായാലും ഡയറക്ഷൻ കൊണ്ടായാലും ആക്ഷൻ കൊണ്ടായാലും ഇതുപോലൊരു ഐറ്റം മാർവൽ വേറെ ഇറക്കിയിട്ടില്ല. നമ്മൾ കണ്ടുപരിചയമുള്ള കഥയല്ലാതെ ഒരു ഈജിപ്ഷ്യൻ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഒരുപാട് പുതിയ പേരുകളും പുതിയ കാര്യങ്ങളും ഈ സീരീസിൽ കടന്നു വരും. ഓസ്കാർ ഐസക് എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ഒരു വേറെ ലെവൽ ആക്ടറാണ് ഓസ്കാർ ഐസക്. പേരിൽ ഓസ്കാർ ഉണ്ടായിട്ട് പോലും ഓസ്കാർ കിട്ടാനുള്ള എല്ലാ കഴിവുണ്ടായിട്ടും ഇതുവരെ ഓസ്കാർ അവാർഡ് കിട്ടാത്തൊരു നടനാണ് അദ്ദേഹം. ആളുടെ ആക്ടിങ് കാണാൻ വേണ്ടി മാത്രം മൂൺ നൈറ്റ് കാണാം. അത്രയ്ക്ക് അടിപൊളി ആക്ടിംഗ് ആണ് അങ്ങയുടെ. പിന്നെ മാർവലിന് വേറെന്ത് കാര്യത്തിൽ തെറ്റുപറ്റിയാലും ഓരോ ക്യാരക്ടർ ആവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ, അതായത് കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ തെറ്റ് പറ്റാറില്ല. ഈ സീരീസിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ ഓരോ റോളിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂൺ നൈറ്റിന്റെ സ്റ്റോറി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വാണ്ടാവിഷൻ കണ്ട പോലെ തന്നെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും പതുക്കെയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വരും. അതുകൊണ്ട് ക്ഷമയോടെ ഈ സീരീസ് കാണാൻ ശ്രമിക്കുക. പക്ഷേ ഇത് വാണ്ടാവിഷൻ പോലെയല്ല, കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി മാസ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് മൂൺ നൈറ്റ്. ഒരുപാട് സ്റ്റോറി കാണിക്കാനുള്ളത് കൊണ്ടാണ് അവരിത് 6 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിട്ട് ഇറക്കിയത്. അല്ലെങ്കിൽ എന്തുകൊണ്ടും ഒരു സിനിമ തന്നെ ആക്കാനുള്ള സംഭവം ഉണ്ട് ഇത്. പിന്നെ മാസൊക്കെ ആണെങ്കിലും കുറെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ട്, കുറെ ഇമോഷണലുമാണ്. എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു സീരീസ് ആണ് മൂൺ നൈറ്റ്. അത് തന്നെയാണ് ഇതിനെ വളരെ മികച്ചതാക്കുന്നത്. അപ്പൊ സമയം കളയാതെ നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഈ കഥ എപ്പോഴാണ് നടക്കുന്നത്, ഇത് MCUവിൽ തന്നെയുള്ള കഥയാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒരു ഉത്തരവ് തരുന്നില്ലെങ്കിലും ഇതിലെ സൂചനകൾ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇത് MCUവിൽ തന്നെ നടക്കുന്ന സ്റ്റോറിയാണ്. മാത്രമല്ല താനോസ് സ്നാപ്പ് ചെയ്ത് മായ്ച്ചു കളഞ്ഞ എല്ലാവരെയും ഹൾക്ക് ബ്ലിപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് മൂൺ നൈറ്റിലെ പ്രസന്റ് സ്റ്റോറി നടക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ടേബിളാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാള് അയാളുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആദ്യം കൈ മലർത്തി വയ്ക്കുന്നു. കയ്യിലൊരു പ്രത്യേക ടാറ്റു കാണാൻ പറ്റും. അതൊരു ത്രാസാണ്. നമ്മൾ സാധനങ്ങളൊക്കെ തൂക്കി നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാലൻസ് ഇല്ലേ, ആ ത്രാസ്. അതിൽ മുതലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ അയാൾ കുത്തി നടക്കുന്ന വടി കാണാൻ പറ്റുന്നുണ്ട്. അതിലും ഉണ്ട് മുതലയുടെ രൂപം. അയാൾ ചില്ല് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് അതിൽ കൈമുക്കി ഗ്ലാസിന്റെ മുകൾ ഭാഗത്തൂടെ കൈ ഓടിച്ച ശേഷം ആ വെള്ളം കുടിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഗ്ലാസ് അവിടെ ഇരുന്ന് തുണിയിൽ പൊതിഞ്ഞ് അയാളുടെ വടി വെച്ച് കുറെ വട്ടം അതിൽ അടിക്കുന്നു. അങ്ങനെ ആ ഗ്ലാസ് പൊടിഞ്ഞ് വെറും കുപ്പിച്ചില്ലായി മാറി. ആ ചില്ലൊക്കെ അയാൾ എടുത്ത് അയാൾ ഇടാൻ പോകുന്ന ചെരുപ്പിന്റെ ഉള്ളിലേക്ക് ഇടുവാണ്. എന്നിട്ട് കാലൊക്കെ റെഡിയാക്കി നേരെ ആ ചെരുപ്പെടുത്തിട്ട് അയാൾ ആ വടിയും കുത്തിപ്പിടിച്ച് നടന്നു പോവാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്താശുപത്രിയിലെ ആളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇയാളുടെ പേരാണ് ആർതർ ഹാരോ. ഇതാരാന്ന് കഥ മുന്നോട്ട് പോകുന്ന നമുക്ക് മനസ്സിലാവും. എന്തിനാ അയാൾ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. സീൻ ചേഞ്ച് ആവുന്നു. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഹീറോയെ കാണിക്കുന്നത്, മിസ്റ്റർ സ്റ്റീവൻ ഗ്രാന്റ്. അവൻ ഉറക്കം എഴുന്നേറ്റ് പുതപ്പ് മാറ്റി നോക്കി. അവന്റെ കാലടുത്തുള്ള തൂണിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതഴിച്ചു മാറ്റിയിട്ട് അവൻ കട്ടിലിൽ നിന്നിട്ട് നടക്കുന്നു. അവിടെ താഴെയൊക്കെ മണൽ ഇങ്ങനെ വെതറി വെച്ചിട്ടുണ്ട്. അതിൽ അവന്റെ കാൽപ്പാട് പതിയുന്നു. നേരെ പോയി നോക്കുമ്പോൾ വാതിലിൽ ഇങ്ങനെ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതും അവൻ ഉരിമാറ്റി എറിഞ്ഞു കളഞ്ഞു. സോ ഇതൊക്കെ സ്റ്റീവൻ തന്നെ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ എന്തിനായിരിക്കും സ്റ്റീവൻ ഇങ്ങനെ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി മനസ്സിലാവും. സ്റ്റീവൻ ഗ്രാന്റിന് രാത്രി ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാല് രാത്രി കെട്ടിയിട്ടാ ഉറക്കത്തിൽ എണിട്ട് അവൻ എങ്ങോട്ട് പോയില്ല. ഇനി ഇൻ കേസ് എണിട്ട് പോയാൽ തന്നെ അവിടുത്തെ മണലിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കാൽപ്പാട് കാണാം. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതിൽ വെച്ചിരിക്കുന്ന സെലോ ടേപ്പും പോകും. അപ്പോഴും അവന് മനസ്സിലാക്കാം അവൻ രാത്രി എണീറ്റ് നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇന്നലെ രാത്രി അങ്ങനെയൊന്നും നടന്നിട്ടില്ല. കാലിലെ കെട്ടും മണലും സെലോ ടേപ്പും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് സ്റ്റീവന് സമാധാനമായി. നമ്മുടെ സ്റ്റീവന് മീനിനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് സ്വന്തമായിട്ട് ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്. ഗസ് എന്നാണ് ഗോൾഡ് ഫിഷിന്റെ പേര്. പക്ഷെ അവൻ ഒരു ചിറകേ ഉള്ളൂ. എന്തായാലും സ്റ്റീവൻ എണീറ്റ് ഉടനെ അമ്മയെ കോൾ ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും അവൻ അമ്മയെ കോൾ ചെയ്യുന്നതിന് പകരം വോയിസ് മെയിൽ അയക്കാറാണ് പതിവ്. അമ്മ അത് കേട്ടിട്ട് അവന് റിപ്ലൈ അയക്കുമായിരിക്കും. അവൻ അമ്മയോട് പറയാൻ തുടങ്ങി, ഹായ് അമ്മേ, സുഖമല്ലേ? ഞാനിവിടെ ഗസ്സിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ചിറകുള്ള പുതിയ ഫ്രണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തീറ്റയൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു ചിറകുള്ളെങ്കിൽ എന്താ, ആള് ഭയങ്കര ഹാപ്പിയാ. പിന്നെ അമ്മ അയച്ച പോസ്റ്റ് കാർഡ് എനിക്ക് കിട്ടി കേട്ടോ. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഗസ് ഇവിടെ ഒറ്റയ്ക്കല്ല. അവനെ ഞാൻ പുറത്തു കൊണ്ടുപോകാത്തതിൽ അവനോട് ദേഷ്യമാണെന്ന് തോന്നുന്നത്. ഒരു ദിവസം ഞാൻ ഗസ്സിനെ ഇങ്ങോട്ട് കറങ്ങാൻ പോകും. അന്ന് ഞാൻ അമ്മയെ വിളിക്കാം. പാവ ഒരു ചെറുക വെച്ച് ഇങ്ങനെ നീന്താൻ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെന്താ അമ്മ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സുഖം, ജോലിക്ക് കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ എന്നും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തലേദിവസം തന്നെ ഒരു ബസ് വന്ന് ഇടിച്ച പോലെ തോന്നുന്നത്. ഭയങ്കര ക്ഷീണം, ഉറക്കം ഒരിക്കലും മാറാത്ത പോലെ. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ടൈം കിട്ടുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കണേ. അപ്പൊ ശരി. അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ വർക്കിന് പോകുന്നതിന്റെ ഇടയ്ക്ക് അവിടെ നിൽക്കുന്ന എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടാ പോകുന്നത്. പെട്ടെന്ന് അവൻ പോകാനുള്ള ബസ് വന്നപ്പോൾ സ്റ്റീവൻ ഓടി കയറി. പക്ഷെ പാവം സ്റ്റീവൻ ഉറക്കം മാറാത്തതുകൊണ്ട് അവൻ ബസ്സിലുള്ള ഏതോ ഒരുത്തിന്റെ പിന്നിൽ ഇങ്ങനെ ചാരി
വാരി കിടന്നുറങ്ങുകയാണ്. അയാൾ കൈ കുടഞ്ഞപ്പോ സ്റ്റീവൻ എണിക്കേണ്ടി വന്നു. അപ്പുറത്തുള്ള പെണ്ണെന്താ വായിക്കുന്നതെന്ന് സ്റ്റീവൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അത് അത്ര പിടിച്ചില്ല. അങ്ങനെ സ്റ്റീവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. നാഷണൽ ആർട്ട് മ്യൂസിയത്തിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പുരാതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഈ ഈജിപ്ഷ്യൻ പുരാണവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഈ മ്യൂസിയത്തിൽ ഇതൊക്കെ കാണാൻ കുറെ പേര് വരും. ഇവിടുന്ന് കുറെ സാധനങ്ങൾ വാങ്ങും. ഇവിടെയാണ് സ്റ്റീവൻ വർക്ക് ചെയ്യുന്നത്. അവൻ അങ്ങോട്ട് കയറി നോക്കിയപ്പോ ഒരു പെൺകുട്ടി അവിടെ എന്തോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുക. ഈജിപ്തിലൊക്കെയുള്ള പിരമിഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ രൂപം അവിടെ മ്യൂസിയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു വിടവിലേക്ക് ആ പെൺകുട്ടി എന്തോ ഒരു വേസ്റ്റ് സാധനം തിരികെ കയറ്റി വെക്കുവാണ്. ഇത് കണ്ട് സ്റ്റീവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സ്റ്റീവൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല. അവനൊരിക്കലും വഴക്കോ ഫൈറ്റോ ഒന്നും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളെയല്ല. എന്താ മോളെ ചെയ്യുന്നത്? ഇതെന്താണെന്നറിയോ? ഇത് വളരെ മഹത്തായ ഒരു സാധനമാണ്. ഗിസയിലുള്ള ഗ്രേറ്റ് പിരമിഡ്. നമ്മളിതിനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ഉപയോഗിക്കരുത്. നമ്മൾ ഇതിനൊക്കെ ഒരു റെസ്പെക്ട് കൊടുക്കണം കേട്ടോ. അതിന് ഇത് വെറും മണ്ണല്ലേ, ഇതിന്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ മോൾക്ക് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കാണിച്ചു തരാം, എന്റെ കൂടെ വാ. അങ്ങനെ പറഞ്ഞ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവൾ ആ പിരമിഡിന്റെ ഉള്ളിൽ വെച്ച വേസ്റ്റ് സ്റ്റീവൻ എടുത്ത് കളയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അവൻ ഈ ഈജിപ്ഷ്യൻ പുരാണത്തിൽ കുറച്ച് അറിവുള്ള ആളാണ്, ഇതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആളുമാണ്. അവൻ ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് ഒരു സാക്കോഫാഗസിന്റെ അടുത്തേക്കാണ്. ഈ സാക്കോഫാഗസ് എന്ന് പറഞ്ഞാൽ ഒരു ഈജിപ്ഷ്യൻ ശവപ്പെട്ടിയാണ്. പണ്ടത്തെ മമ്മി പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ രാജാക്കന്മാരെ ഇങ്ങനെ തുണിയൊക്കെ ചുറ്റി പലതരം മരുന്നുകളൊക്കെ വെച്ച് ആചാരപ്രകാരം ഡെഡ് ബോഡി കേടായി പോവാതെയുള്ള രീതിയിൽ ഇതുപോലെയുള്ള ഒരു ശവപ്പെട്ടി വെച്ച് അടയ്ക്കാറുണ്ട്. ആ തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഡെഡ് ബോഡിയാണ് നമ്മൾ മമ്മി എന്നൊക്കെ വിളിക്കാറ്. ഇങ്ങനെ പണ്ടുള്ള ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്ന ശവപ്പെട്ടിയാണ് സാക്കോഫാഗസ് എന്ന് പറയുന്നത്. മോൾക്ക് ഈജിപ്ഷ്യൻ പിരമിഡിനോട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇനി പറയുന്ന കാര്യം മോൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ ശവപ്പെട്ടി കണ്ടില്ലേ, മരിച്ചു കഴിയുന്ന ആൾ ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെക്കും. പരലോകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ വയറിന്റെ ഉള്ളിലേക്ക് ഒരു ഹുക്ക് ഇട്ടിട്ട് ഇവരുടെ വേറെ ഓർഗൻസ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കും. പക്ഷെ ഹൃദയം മാത്രം പുറത്തെടുക്കില്ല. എന്നിട്ട് ആ ഹൃദയം എടുത്തുകൊണ്ടുപോയി അത് എത്രത്തോളം പരിശുദ്ധമാണെന്ന് അവർ അളന്നു നോക്കും. മരിച്ചുപോയ ആൾ ശരിക്കും ഒരു നല്ല ആളാണെങ്കിൽ അയാളെ സ്വർഗത്തിലേക്ക് വിടും. ഇത് ഇൻട്രസ്റ്റിംഗ് ആ. അപ്പൊ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടത്തി വിടാത്തതുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്? മോൾ എന്താ പറയുന്നത്? അതിന് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഞാൻ മരിച്ചിട്ടില്ലല്ലോ. മരിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോവുക. ഇപ്പൊ സ്റ്റീവൻ എന്താ പറഞ്ഞതെന്ന് പലർക്കും ഡൗട്ട് തോന്നും. ഇതാണ് ഈ കഥയിലെ പ്രശ്നം. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത കുറെ ഈജിപ്ഷ്യൻ പുരാണവും ആചാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. സാക്കോഫാഗസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈജിപ്ഷ്യൻ പുരാണം അനുസരിച്ച് അവർക്ക് കുറെ ദൈവങ്ങളുണ്ട്. നമ്മളുടെ ഹിന്ദു പുരാണത്തിലായാലും സ്വർഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഈജിപ്ഷ്യന്മാരുടെ സ്വർഗമാണ് ഫീൽഡ് ഓഫ് റീഡ്സ് എന്ന് പറയുന്നത്. ഒരാൾ വളരെ നല്ല വ്യക്തിയാണെങ്കിലാണ് അയാൾ ഈ സ്വർഗത്തിലേക്ക് കടത്തിവിടും. മരിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തിയായിരുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ പ്രധാന നേതാവാണ് ഒസൈരിസ്. ത്രാസിന്റെ ഒരു സൈഡിൽ മരിച്ച ആളുടെ ഹൃദയം വെക്കും, മറ്റേ സൈഡിൽ നീതിയുടെ ദേവതയായിട്ടുള്ള മാത്തിന്റെ ഒരു തൂവൽ വെക്കും. ഈ ഹൃദയത്തിന് തൂവലിനേക്കാൾ ഭാരം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ഒരു നല്ല ആളായിരുന്നില്ല എന്നാണ്. നേരെ മറിച്ചാണെങ്കിൽ അയാൾ ഒരു നല്ല ആളാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആത്മാവിനെ നേരെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. പക്ഷെ അയാൾ ഒരു മോശം ആളാണെങ്കിൽ ഭയാനകമായ ചില കാര്യങ്ങളാണ് സംഭവിക്കുക. അവിടെ തൊട്ടടുത്ത് അമിത് എന്ന് പറയുന്ന ഒരു രാക്ഷസി കാത്തിരിക്കുന്നുണ്ടാവും. ഞാനല്ല, ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷൻ അമിറ്റ് എന്നാണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് അമിത് എന്ന് വിളിക്കാം. ശരിക്കുള്ള ഈജിപ്ഷ്യൻ പുരാണത്തിൽ അമിത് അങ്ങനെ വലിയ ദേവതയൊന്നുമല്ല, അതൊരു രാക്ഷസിയാണ്. തലയുടെ ഭാഗം മുതലയുടെ പോലെയും കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ സിംഹത്തിന്റെ പോലെയും ഏറ്റവും ബാക്കിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ പോലെ ഇരിക്കുന്ന ഒരു രാക്ഷസിയാണ് അമിത്. ഈ ത്രാസ് വെച്ച് തൂക്കി നോക്കുന്ന സമയത്ത് അമിത് അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. എങ്ങാനും ഈ വ്യക്തി ഒരു നല്ല ആളല്ലാന്ന് തെളിഞ്ഞാൽ ഇയാളുടെ ഈ ഹൃദയം എടുത്ത് അമിത് തിന്നും. അതോടെ അയാളുടെ ആത്മാവ് ഒന്നുകിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ ഗതി കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇങ്ങനെയൊക്കെയാണ് വിശ്വാസം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ച് ബോറിംഗ് ആണെങ്കിലും ഇത് ഈ കഥയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളുടെ സ്റ്റീവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് സ്റ്റീവന്റെ ബോസ് ആയിട്ടുള്ള ഡോൺ അങ്ങോട്ട് വരുന്നത്. ഡോണ കുറച്ച് ദേഷ്യത്തില. കാരണം സ്റ്റീവൻ എന്നത്തെയും പോലെ ഇന്നും ലേറ്റ് ആയി. മാത്രമല്ല ഇങ്ങനെ ആളുകൾ കൊണ്ട് ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൂർ ഗൈഡിന്റെ ജോലിയല്ല സ്റ്റീവന് കൊടുത്തിരിക്കുന്നത്. അവിടെ വരുന്ന കുട്ടികൾക്കും മറ്റുമൊക്കെ മിഠായും വേറെ സാധനങ്ങളും വിൽക്കാനുള്ള സെയിൽസ്മാന്റെ ജോലിയാണ് സ്റ്റീവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ സ്റ്റീവൻ ഇപ്പോൾ അത് ചെയ്യാതെ ഒരു ടൂർ ഗൈഡിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഡോണയ്ക്ക് ദേഷ്യം വന്നു. സ്റ്റീവൻ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേണ്ടാത്ത പണി ചെയ്യാൻ പോകണ്ടെന്ന്? നീ ഇവിടുത്തെ ടൂർ ഗൈഡ് ഒന്നും അല്ല. ഓ ഐ എം സോറി ഡോണ, ഞാൻ ഇന്നും ലേറ്റ് ആയി. പക്ഷെ ഇനി ഞാൻ ശരിയാക്കിക്കോളാം. ശരിയാക്കി നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജോലി ഉണ്ടാവില്ല. നീ തൽക്കാലം നിന്റെ പണി മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക്. ഈ സ്റ്റീവിയുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. എന്റെ പേര് സ്റ്റീവി എന്നല്ല, ഐ എം സ്റ്റീവൻ. ഓ വലിയ കാര്യമായി പോയി. നീ നിനക്ക് പൈസ തരുന്ന എന്തിനാണോ ആ വർക്ക് ചെയ്യും, അല്ലാതെ ഭാരിച്ച കാര്യത്തിലൊന്നും തലയിടാൻ നോക്കണ്ട. മര്യാദയ്ക്ക് ഇരിക്കുന്ന മിഠായിയും ഈ ചെറിയ പ്രതിമകളൊക്കെ വിൽക്കാൻ നോക്ക്. അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ട് കുറച്ച് ഗുണം ഉണ്ടാവട്ടെ. ഈ ബോസ് ഒരു ചൂടത്തിയാണ്. സ്റ്റീവൻ എന്നും ഇങ്ങനെ തെറിയേക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവന്റെ മുഖത്ത് അത്ര വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. പാവത്തിന് ശീലമായിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഡൈലൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്റ്റീവന്റെ അടുത്തേക്ക് വരുന്നത്. അവളുടെ മുഖം കണ്ടാലേ അറിയാം അവൾക്ക് സ്റ്റീവനെ നല്ല ഇഷ്ടമാണ്. എന്താ സ്റ്റീവൻ, മിഠായിക്ക് പിള്ളേർക്ക് വിറ്റോ? ഞാൻ വർക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, പിള്ളേരൊക്കെ വരട്ടെ. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പടമൊന്നും ശരിയല്ല കേട്ടോ. ഈജിപ്ഷ്യൻ പുരാണം അനുസരിച്ചിട്ടൊന്നല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇതിൽ കുറെ തെറ്റൊക്കെ ഉണ്ട്. സ്റ്റീവൻ അതൊന്നും പറയപ്പോ സമയമില്ല, എനിക്ക് ഇപ്പൊ തന്നെ കുറെ വർക്ക് ഉണ്ട്. ഞാൻ നിന്നൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്ന, നാളെ 7 മണിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാണില്ലേ, ഇവിടെ ഏറ്റവും നല്ല സ്റ്റീക്കും ബീഫ് ഫ്രൈയും ഒക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ റെസ്റ്റോറന്റിലേക്ക് നമുക്ക് പോകണ്ടേ? നമ്മളുടെ പ്ലാൻ മറന്നിട്ടില്ലല്ലോ. നമ്മളുടെ പ്ലാനോ? നാളെ 7 മണിക്ക് എവിടേക്ക് പോകുന്ന പറഞ്ഞ് എന്താ സ്റ്റീവൻ അറിയാത്ത പോലെ പെരുമാറുന്നത്? ഇത് നമ്മൾ എത്ര വട്ടം പറഞ്ഞതാ? സോറി ഡൈലൻ, നീ എന്നെ പുറത്ത് കറങ്ങാൻ പോകാൻ വേണ്ടി വിളിക്കുവാണോ? ഇതൊരു ഡേറ്റാ? ഓ, ഒന്നും അറിയാത്ത പോലെ. നാളെ കറക്റ്റ് ടൈമിന് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഡൈലൻ പോയി. കാര്യം എന്താന്ന് വെച്ചാ, ഇവര് നാളെ രാത്രി 7 മണിക്ക് കറങ്ങാൻ പോവാന്നും ടൗണിലെ ഏറ്റവും നല്ല സ്റ്റീക്ക് കിട്ടുന്ന കടയിൽ പോയത് കഴിക്കാന്നൊക്കെ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റീവൻ ആ കാര്യം ഓർമ്മയില്ല. എന്നാലും സ്റ്റീവൻ പറയാതെ ഡൈലൻ വെറുതെ വന്ന് അങ്ങനെ ചുമ്മാ ഒന്നും പറയില്ലല്ലോ. അവൻ ആകെ കൺഫ്യൂഷനായി. ഈ സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ ഇറച്ചി കൊണ്ടുള്ള ഒരു പ്രത്യേക വിഭവമാണ്. പക്ഷെ നമ്മുടെ സ്റ്റീവൻ ആണെങ്കിൽ ഒരു വീഗനാണ്. വീഗൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ എന്ന് മാത്രമല്ല, മൃഗങ്ങളെ തിന്നാത്ത, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരാളാണ് വീഗൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റീവൻ ടൗണിലെ ബെസ്റ്റ് സ്റ്റീക്ക് കഴിക്കാൻ വേണ്ടി പോകാന്നൊരു പ്ലാൻ ഇടാൻ ചാൻസ് ഇല്ലല്ലോ. പക്ഷെ ഡൈലൻ പറയുന്നതനുസരിച്ച് ഇവർ തമ്മിൽ ലവിലാവാനുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുവാണ്. നാളെ 7 മണിക്ക് കറങ്ങാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടൗണിലെ ബെസ്റ്റ് സ്റ്റീക്ക് കഴിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. പാവം സ്റ്റീവൻ ഇതൊന്നും ഓർമ്മയില്ല. എന്നാലും എന്റെ പൊന്ന് സ്റ്റീവി, നീ എങ്ങനെ അവളെ വളച്ചെടുത്തടാ? മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നീ കല ഉടച്ചല്ലേ? എന്തായാലും നീ കഴിവുള്ളവനാ. പക്ഷെ നീ ഇറച്ചിയൊന്നും കഴിക്കാറില്ലല്ലോ. പിന്നെ എങ്ങനെ നീ അവളുടെ കൂടെ സ്റ്റേക്ക് കഴിക്കാൻ പോകുന്നത്? അതിപ്പോ അവിടെ സ്റ്റേക്ക് മാത്രമല്ലല്ലോ, വല്ല ബ്രെഡോ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ അതൊക്കെ കഴിച്ചോളാം. എന്നാലും നിന്നെയൊക്കെ അവൾ എന്ത് കണ്ടിട്ടാണ് തെരഞ്ഞെടുത്ത്? എന്തെങ്കിലും ആവട്ടെ. ഈ ഡോണ ബോസ് ആണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുന്നതിൽ സ്റ്റീവൻ അത്യാവശ്യം ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അവൻ എത്ര ദേഷ്യം ഉണ്ടായാലും അങ്ങനെ പുറത്തൊന്നും കാണിക്കുന്ന ആളല്ല. കുറച്ചും കൂടി സമയം കഴിഞ്ഞ് സ്റ്റീവനും ഡോണയും കൂടി അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പാവകുട്ടികളെയൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെക്കുവാണ്. സ്റ്റീവന് ഈ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയിൽ നിന്ന് മാറിയിട്ട് ഒരു ടൂർ ഗൈഡ് ആവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം അവൻ അത്രമാത്രം അറിവ് ഈ കാര്യങ്ങളിലുണ്ട്. പക്ഷെ ഡോൺ അതിന് സമ്മതിക്കുന്നില്ല. അവരടുക്കി പെറുക്കി വെക്കുന്ന പുതിയ ടോയ്സിന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേകതരം ഹിപ്പോപ്പൊട്ടാമസിന്റെ ടോയ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഈജിപ്ഷ്യൻ ദൈവമായിട്ടുള്ള ടെവരറ്റിന്റെ രൂപത്തിൽ ചെയ്തിട്ടുള്ള കളിപ്പാട്ടമാണ്. മരിച്ച് പരലോകത്ത് ചെല്ലുന്ന ആത്മാക്കളെ ഓരോ സ്ഥലങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകതരം ദേവതയാണ് ഈ ടെവരറ്റ്. ഒരു ഹിപ്പോപ്പൊട്ടാമസിന്റെ രൂപമാണ് അവർക്ക്. ഈ കാര്യമൊക്കെ സ്റ്റീവൻ പറയുന്നുണ്ട്. ഡോണയ്ക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. അത് കഴിഞ്ഞ് സ്റ്റീവൻ വേറൊരു കാര്യം പറയാൻ തുടങ്ങി. ഈ മ്യൂസിയത്തിൽ നടക്കാൻ പോകുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതില് ദി ഇനിയഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഇനിയഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ദൈവങ്ങളിലെ ഏറ്റവും ശക്തരായവരുടെ ഒരു കൂട്ടമാണ്. അതിനെയാണ് ഇനിയഡ് എന്ന് പറയുന്നത്. ഇനിയഡ് എന്ന് പറയുന്ന വാക്കിന്റെ തന്നെ അർത്ഥം 9 പേരുടെ കൂട്ടം എന്നാണ്. പക്ഷെ ഇപ്പൊ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൽ 7 ദൈവങ്ങളുടെ പടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും 9 ദൈവങ്ങളുണ്ട്. 2 പേരുടെ പടം മിസ്സിംഗ് ആണ്. ഈ കാര്യം സ്റ്റീവൻ ഡോണയോട് എടുത്ത് പറയുന്നുണ്ട്. അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു. എന്റെ പൊന്ന് സ്റ്റീവി, നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 7, 8, 9 എത്ര ദൈവങ്ങൾ വേണമെങ്കിലും ആവട്ടെ, നിനക്കെന്താ കുഴപ്പം? പിന്നെ ടൂർ ഗൈഡ് ആവാനാണോ എന്റെ മനസ്സിൽ ആഗ്രഹമെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ഇങ്ങനെയൊക്കെ നീ പറയുന്നത് കേട്ട് ഞാൻ നിന്നെ ടൂർ ഗൈഡ് ആക്കുന്നാണോ വിചാരം? അതൊരിക്കലും നടക്കാൻ പോകണില്ല മോനെ. അല്ല ഡോൺ, അങ്ങനെയൊന്നുമല്ല. ഞാനിതിലൊരു തെറ്റ് കണ്ടപ്പോ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാ മോനി ഇനി ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. തന്ന പണി ആദ്യം ചെയ്യും. പിന്നെ ലേറ്റ് ആയിട്ട് വരാതിരിക്കാനും നോക്ക്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായി ഞാൻ തന്നെ പിരിച്ചുവിടും. ലേറ്റ് ആയിട്ട് വന്നതിന് ഓൾറെഡി ഞാൻ 2 പേർ പിരിച്ചുവിട്ടതാ, അറിയാലോ. സോറി ഡോണ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. എന്തായാലും നിങ്ങൾ ചീത്ത പറയുന്നത് കേൾക്കാനും നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ആള് സൂപ്പറാ. നീ എന്നെ സോപ്പിടാതെ പോയി പണി ചെയ്യും. സ്റ്റീവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള JBയെ കാണിക്കുന്നുണ്ട്. സ്റ്റീവൻ വർക്ക് ചെയ്യുന്ന നാഷണൽ ആർട്ട് ഗാലറിയുടെ ഒരു സെക്യൂരിറ്റി ഓഫീസറാണ് ഇദ്ദേഹം. അവിടുത്തെ CCTV ഒക്കെ മാനേജ് ചെയ്യുന്നതും JB തന്നെയാ. വേറൊരു സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടുള്ള സ്കോട്ടിയെയും സ്റ്റീവൻ നോക്കി ഹായ് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരാള് സ്റ്റീവനെ കയറി സ്റ്റീഫൻ എന്ന് വിളിക്കുമ്പോൾ അവനത് തിരുത്തുന്നുണ്ട്. സ്റ്റീഫൻ അല്ല, STEVEN സ്റ്റീവൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. നമ്മൾ ഇതിനു മുന്നേ വേറെ സ്റ്റീഫൻ എന്ന് കേട്ടുള്ളത് എവിടെയായിരിക്കും? നമ്മളുടെ ഡോക്ടർ സ്ട്രേഞ്ച് അഥവാ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെയാണ് നമ്മൾ ഇതിനു മുന്നേ പേര് കേട്ടിട്ടുള്ളത്. അത് സ്റ്റീഫൻ, ഇത് സ്റ്റീവൻ. ഇങ്ങനെ ചില ഡീറ്റെയിൽസ് ഒക്കെ പറയാതിരുന്നൂടെ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഓരോ ഡീറ്റെയിലും ആ ക്യാരക്ടറിനെ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രത്യേകിച്ച് വെറും 6 എപ്പിസോഡുള്ള ഒരു അടിപൊളി സീരീസ് ആവുമ്പോൾ അതിലെ മാക്സിമം ഡീറ്റെയിൽസ് മിസ്സാവാൻ പാടില്ല. ആവശ്യമില്ലാത്താണെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ അന്നത്തെ ജോലി കഴിഞ്ഞ് സ്റ്റീവൻ ഇറങ്ങി. അവിടുന്ന് അവൻ നേരെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോവല്ല ചെയ്ത്. അവനിങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. നമ്മൾ ഈ കുബേരൻ സിനിമയിൽ ദിലീപ് പല വേഷത്തിൽ വന്നിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ആളുകൾ വന്ന് അവനെ ചിരിപ്പിക്കാൻ നോക്കും. ചിരിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. വിദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് ക്യാഷ് പ്രൈസ് ഒന്നുമല്ല, ഒരു മനുഷ്യൻ ഒരു പ്രതിമയുടെ പോലെ ഇങ്ങനെ വന്നിരിക്കും. അതിൽ കൂടെ പോകുന്ന ആളുകൾക്ക് അയാളോട് സംസാരിക്കാം, അയാൾക്ക് പൈസ കൊടുക്കാം, അയാളെ കെട്ടിപ്പിടിക്കാം, അയാളെ ചിരിപ്പിക്കാൻ നോക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്തൊക്കെ ചെയ്താലും അയാൾ ഒരു പ്രതിമയെന്ന പോലെ തന്നെ ഇരിക്കും. ഇത് കണ്ട് കുറെ പേര് അയാളുടെ കയ്യിൽ പൈസ വെച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ പ്രതിമയുടെ പോലെ ഇരിക്കുന്നത്. ഇപ്പൊ സ്റ്റീവന് വർത്താനം പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇയാളോട് ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എണിക്കണമെന്ന് തോന്നും, പക്ഷെ എണിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലും ബോധം വന്ന് എണീറ്റ് നോക്കുമ്പോൾ എനിക്കറിയാത്ത ഏതൊക്കെയോ സ്ഥലത്ത് ഞാൻ എണിക്കാറ്. ഞാൻ ഉറക്കത്തിൽ എണീറ്റ് കുറെ കിലോമീറ്റർ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് കാലിൽ കെട്ടിയിട്ടിട്ട് കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ പോലും പേടിയാ. ഞാൻ ഉറക്കത്തിൽ എണീറ്റ് നടന്ന് എന്തൊക്കെ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയെ. നിങ്ങൾ തിരിച്ചെന്നോടൊന്നും പറയില്ലെന്നറിയാം. എനിക്കിതൊന്നും പറയാൻ വേറെ ആരുമില്ല.
എന്തായാലും ഇതിനേക്കാളും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതോ എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ? വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് എന്നെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ 7 മണിക്ക് കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളോട് ആ കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ എനിക്ക് വല്ല അൾഷിമേഴ്സും ആയിരിക്കും. അങ്ങനെയൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും വന്ന് ആ പ്രതിമയുടെ കൂടെ അവരിയ്ക്കുന്ന ഒരു ഫോട്ടോ സ്റ്റീവനോട് എടുത്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുവാണ്. സ്റ്റീവന്റെ കാര്യം അറിയാലോ, അവൻ അങ്ങനെ നോ പറയാറില്ല. അവൻ സന്തോഷമായിട്ട് ഫോട്ടോ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ആൾക്കാർ പോയതോടെ സ്റ്റീവൻ വീണ്ടും അയാളോട് വർത്തമാനം പറയാൻ തുടങ്ങി. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഈ പ്രതിമ പോലെ ഇരിക്കുന്ന ആൾക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, എനിക്ക് പുതിയൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടുന്ന കാര്യം. അവൾക്ക് എന്നെ ഇഷ്ടമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവൾക്കെന്നല്ല ഒരു പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഞാൻ ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ട് എന്നും കാല് കെട്ടിയിട്ടല്ല കിടക്കുക. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ വിട്ടിട്ട് പോയില്ലേ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അപ്പൊ ശരി, ഇന്ന് എനിക്ക് പോകാൻ സമയമായി, നമുക്ക് നാളെ കാണാം. അങ്ങനെ പറഞ്ഞ പ്രതിമയായിട്ടിരിക്കുന്ന ആൾക്ക് സ്റ്റീവനെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു പൈസയൊക്കെ കൊടുത്തിട്ട് അവൻ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അടുത്ത സീനിലാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. സ്റ്റീവൻ അവൻ ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് തലേ ദിവസം ചെയ്തതുപോലെ തന്നെ ഇന്നും നിലത്തിങ്ങനെ മണലൊക്കെ വെതറിയിടുന്നു. സെലോട്ടപ്പ് എടുത്ത് വാതിലിന്റെ സൈഡിൽ ഒട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നത്തെയും പോലെ അവൻ അവന്റെ കാല് കെട്ടിയിട്ടു. ഇപ്പൊ അവൻ ഉറങ്ങാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ എണീറ്റ് നടക്കും. ചിലപ്പോൾ അവൻ പോലും അറിയാതെ അവന്റെ കാലിൽ കെട്ടൊക്കെ അഴിച്ചിങ്ങനെ നടന്ന് കുറെ ദൂരത്തേക്ക് പോകും. ഇതിനു മുന്നും അങ്ങനത്തെ എക്സ്പീരിയൻസ് സ്റ്റീവൻ ഉണ്ടായിട്ടുണ്ട്. കണ്ണു തുറക്കുമ്പോൾ അറിയാത്ത ഒരു സ്ഥലങ്ങളിലാണ് ചെന്ന് നിൽക്കുക. അതുകൊണ്ടൊന്ന് ഉറങ്ങാൻ പോലും സ്റ്റീവന് പേടിയാ. അവനിങ്ങനെ ഉറക്കം മാറ്റാനുള്ള വഴികൾ പറയുന്ന ഓരോ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ബുക്കുകൾ വായിക്കുക, റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ നോക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്. സ്റ്റീവൻ കൂടുതലായിട്ട് വായിക്കുന്നത് ഈജിപ്ഷ്യൻ പുരാണങ്ങളെ പറ്റിയുള്ള ബുക്കുകളാണ്. അതിലൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു ബുക്കിൽ നേരത്തെ സ്റ്റീവൻ ഡോണയോട് പറഞ്ഞു കൊടുത്തതുപോലെ ദ ഇനിയഡിനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ അതാണ് സ്റ്റീവൻ വായിക്കുന്നത്. ആ ബുക്കിൽ ഇനിയഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ദൈവങ്ങളുടെ പടവും പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് കഥയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയാൻ പറ്റുക. അപ്പൊ നമ്മുടെ സ്റ്റീവൻ അങ്ങനെ ബുക്ക് വായിച്ചും പസിൽസ് സോൾവ് ചെയ്തും റുബിക്സ് ക്യൂബ് ശരിയാക്കിയും ഓരോ പോഡ്കാസ്റ്റ് കേട്ടും ഒക്കെ ഉറങ്ങാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആൾ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം സ്റ്റീവൻ എഴുന്നേക്കുന്നത് അവന്റെ കട്ടിലല്ല, ഏതോ ഒരു പുല്ലിന്റെ ഇടയ്ക്കാണ്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ബോധം കെട്ടുകിടക്കുമായിരുന്നു. പക്ഷെ സ്റ്റീവന് ബോധം വന്ന് എണീറ്റപ്പോഴാണ് മനസ്സിലാവുന്നത് അവന്റെ താടി തെറ്റിയിരിക്കുവാണ്. അവന്റെ ജോ ഡിസ്ലൊക്കേറ്റഡ് ആയി പോയി. പാവം സ്റ്റീവന് നല്ല വേദനയുണ്ട്. എന്താ പറ്റിയെന്ന് അവന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. വായിലൊക്കെ രക്തമായിട്ടുണ്ട്. അവൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവന്റെ താടി നേരെയാക്കി. പക്ഷെ ഇത് ഏത് സ്ഥലത്ത് വന്ന് വീണെടുക്കുന്നതെന്ന് അവൻ ഒരു അറിവുമില്ല. എന്തായാലും തലേ ദിവസം ഉറങ്ങാൻ കിടന്ന സമയത്ത് ഇട്ട ഡ്രസ്സല്ല ഇപ്പൊ അവൻ ഇട്ടേക്കുന്നത്. ചിലപ്പോൾ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കാലിലെ കെട്ടൊക്കെ ഊരി പുറത്തേക്ക് വന്നതായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് അറിയാതെ വന്ന് വീണതായിരിക്കും. ഇങ്ങനെയാണ് സ്റ്റീവൻ വിചാരിക്കുന്നത്. ഇങ്ങനെ മുന്നേ പലവട്ടം ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ സ്വയം അവന്റെ പ്രശ്നം തിരിച്ചറിഞ്ഞതും കാല് കെട്ടിവെച്ച് ഉറങ്ങാൻ തുടങ്ങിയതും. ഇതേതോ ഒരു മലയോര പ്രദേശമാണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് അവന് വിചിത്രമായിട്ടുള്ള ഓരോ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. നീ ഇപ്പൊ ഇവിടെ ഉണ്ടാവാൻ പാടില്ല സ്റ്റീവൻ. നിനക്കെന്താ ഇവിടെ കാര്യം? അത് ശരിയാ, ഞാനിവിടെ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ആരാ എന്നോട് സംസാരിക്കുന്നത്? നിങ്ങൾ എവിടെയാ? മര്യാദക്ക് നിന്റെ ബോഡി മാർക്കിന് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പോ. അതാ നിനക്ക് നല്ലത്. ഏത് ബോഡി? എന്റെ ബോഡി മാർക്കിന് കൊടുക്കാനോ? എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? ആദ്യം നിങ്ങൾ ആരാ? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. എന്തിനാ മാർക്ക് ഈ മണ്ടൻ സ്റ്റീവന് കൺട്രോൾ കൊടുത്തത്? ബോഡി നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നില്ലേ? ഏത് മാർക്ക്? അവനാരാ? ഞാൻ സ്റ്റീവനാ. ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ഇതാരാ എന്നോട് സംസാരിക്കുന്നത്? പെട്ടെന്ന് സ്റ്റീവന് അവന്റെ പോക്കറ്റിൽ എന്തോ ഉള്ള പോലെ തോന്നി. എടുത്തു നോക്കിയപ്പോ സ്വർണ്ണ നിറത്തിലുള്ള എന്തോ ഒരു ഈജിപ്ഷ്യൻ സാധനം, ഒരു പുരാവസ്തുവാണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ പേരാണ് ഗോൾഡൻ സ്കാരബ്. സ്കാരബ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് വണ്ടാണ്. അതിന്റെ ഷേപ്പിലുള്ള ഒരു സാധനമാണ് ഇപ്പൊ സ്റ്റീവന്റെ കയ്യിലിരിക്കുന്നത്. ഈ സ്കാരബ് എന്നുള്ള പേര് സ്റ്റീവന് ചിലപ്പോൾ അറിയാമായിരിക്കും. കാരണം അവൻ ഈജിപ്ഷ്യൻ പുരാണത്തിലൊക്കെ അത്യാവശ്യം അറിവുള്ള ആളാണ്. പെട്ടെന്ന് നല്ല ഹൈറ്റിലുള്ള ഒരു പ്രത്യേക തരം രൂപം സ്റ്റീവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടുവാണ്. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ആരും കാണാനില്ല. പക്ഷെ മുകളിലേക്ക് നോക്കിയപ്പോ അവിടെ ഒരു ജനലിന്റെ ചില്ലിങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട്. അവിടെ വന്ന് നിൽക്കുന്ന ഒരാളോട് സ്റ്റീവൻ കൈപൊക്കി ഹായ് പറയുന്നുണ്ട്. മോളിൽ നിൽക്കുന്ന വേറൊരുത്തിനെ കൂടി വിളിച്ചു വരുത്തി. അങ്ങനെ രണ്ടുപേരും കൂടി പാവം സ്റ്റീവനെ തുരുതുര വെടിവെക്കാൻ തുടങ്ങുവാണ്. ഇവരെന്തിനാ എന്നെ വെടിവെക്കുന്നെന്ന് വിചാരിച്ച് സ്റ്റീവൻ പേടിച്ച് പെട്ടെന്ന് ഓടുവാണ്. ഇപ്പൊ കാര്യം ഏറെക്കുറെ മനസ്സിലായി. സ്റ്റീവനും വേറെ കുറച്ചു പേരും തമ്മിൽ ഇന്നലെ എന്തോ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കായിരിക്കും അവിടെ കണ്ട കെട്ടിടത്തിലെ ആ പൊട്ടിയ ജനലിക്കൂടെ അവൻ പുറത്തേക്ക് വീണത്. അങ്ങനെയായിരിക്കും താടിയിലൊക്കെ തെറ്റിപ്പോയത്. ഇന്നലെ ഫൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും മുകളിലുള്ളവന്മാര് ഇപ്പൊ സ്റ്റീവനെ വെടിവെക്കുന്നത്. പാവം സ്റ്റീവന് ഇതൊന്നും ഓർമ്മയില്ല. അവൻ കണ്ണി കണ്ട വഴി കൂടെ ഒക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. നേരെ അവൻ ഓടിയെത്തുന്നത് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. പിന്നാലെ വന്നവര് സ്റ്റീവൻ ഗ്രാമത്തിലേക്ക് ഓടിയിട്ടുണ്ടെന്ന് ആർക്കോ വിവരം കൊടുക്കുന്നു. സ്റ്റീവൻ അങ്ങനെ ഗ്രാമത്തിലുള്ള കുറെ ആളുകളുടെ ഇടയിലേക്ക് എത്തി. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവൻ അവന്റെ ഹുഡി ഡ്രസ് വെച്ച് മുഖം മറയ്ക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ എങ്ങോട്ടൊന്നില്ലാതെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുറെ പേര് അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്. പെട്ടെന്ന് അവിടെയൊക്കെ നേതാവിനെ പോലെയുള്ള ഒരാള് അങ്ങോട്ട് നടന്നു വരാൻ തുടങ്ങി. അയാൾ വന്നപ്പോ എല്ലാവരും ബഹുമാനം കൊണ്ട് വഴി മാറിക്കൊടുത്തു. അയാൾ ഒരു വടിയും കുത്തിപ്പിടിച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. നമ്മൾ ഈ കഥയുടെ ആദ്യത്തിൽ തന്നെ കണ്ട ചെരുപ്പിൽ കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ചിട്ട് നടന്നുപോയ ഒരാളല്ലേ, മിസ്റ്റർ ആർതർ ഹാരോ.
അയാളാണ് ഈ വരുന്നത്. ബഹുമാനം കണ്ടിട്ട് എന്തോ പള്ളിയിലച്ഛന്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. സ്റ്റീവൻ ഇതൊന്നും മനസ്സിലാവാതെ ഇതൊക്കെ വെറുതെ നോക്കി നിന്നു. ആർതർ ഹാരോ പറയാൻ തുടങ്ങി, ഇന്നിവിടെ അണിചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുന്നു. നമ്മളിപ്പോ സ്വർഗത്തിൽ വന്നിരിക്കുന്ന പോലെ തോന്നുന്നു അല്ലെ? ഇവിടെ നിൽക്കുന്ന നമ്മൾ എല്ലാവരും നല്ലവരല്ല, പക്ഷേ നല്ലവരാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം പരിശുദ്ധമാണെന്ന് നമ്മൾക്ക് ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കില്ല. അത് പറയേണ്ടത് ദൈവമാണ്, നമ്മളെല്ലാവരും ആരാധിക്കുന്ന ദൈവം. ഇവിടെ കൂടിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഈ ഭൂമി സ്വർഗം പോലെ മനോഹരമാക്കുക. ഇവിടെ നല്ല ആളുകൾ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇതൊരു മനോഹരമായ സ്ഥലമായി മാറും. ഇപ്പൊ ഇവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കാൻ പോവാണ്. ഒരാൾ സ്വയം ആ കൂട്ടത്തിൽ നിന്ന് ഹാരോയുടെ അടുത്തേക്ക് വരുന്നു. ഈ ചടങ്ങ് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോരുത്തരുടെയും ആത്മാവിനെ മിസ്റ്റർ ആർതർ ഹാരോ ജഡ്ജ് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ ഹൃദയം ഒരു ഭാഗത്തും മറ്റേ ഭാഗത്ത് തൂവലും വെച്ച് തൂക്കി നോക്കിയിട്ട് ഹൃദയത്തിന് അമിത്തെടുത്ത് തിന്നുന്ന ഒരു പരിപാടി. അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മിസ്റ്റർ ഹാരോയുടെ കയ്യിൽ മുതലയുടെ തലയുള്ള ഒരു ത്രാസിന്റെ ഷേപ്പ് ഉണ്ടായിരുന്നു. അയാൾ ഉപയോഗിക്കുന്ന വടിയുടെ തലയിലും മുതലയുടെ ഷേപ്പ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? അമിത് എന്ന് പറയുന്ന രാക്ഷസി അല്ലെങ്കിൽ ആ ദേവതയുടെ ആരാധകരാണ് മിസ്റ്റർ ഹാരോയും ഇവിടെ കൂടിയിരിക്കുന്നവരും. അമിത് എന്ന് പറയുന്ന ദേവതയിൽ വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെ. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണിത്. ഒരാളുടെ ഹൃദയം അല്ലെങ്കിൽ അയാളുടെ ആത്മാവ് പരിശുദ്ധമാണോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അയാളുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറുമാണ് ഒരേ സമയത്ത് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒരാൾ ഇതുവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ തെറ്റുകാരനാണെന്ന് വിധിക്കപ്പെടും. ഒരാൾ ഇതുവരെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ തെറ്റുകാരനാണെന്ന് വിധിക്കപ്പെടും. അങ്ങനെ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ അമിത് എന്ന് പറയുന്ന ദേവത ഇവരുടെ ആത്മാവിനെ വലിച്ചെടുക്കും, അവര് മരിച്ചുപോകും. ഈ പ്രക്രിയ നടക്കുന്നത് മിസ്റ്റർ ഹാരോയിലൂടെയാണ്. ഹാരോയുടെ കയ്യിലിരിക്കുന്ന ആ മന്ത്രവടിയിലൂടെയാണ്. അമിത് എന്ന് പറയുന്ന രാക്ഷസി ദേവതയുടെ മുഖം മുതലയുടെ പോലെയാണ്. അതേ മുതലയുടെ തലയുള്ള ത്രാസാണ് ഹാരോയുടെ കയ്യിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. അതേ അമിത്തിന്റെ മുതലത്തലയാണ് ഈ മന്ത്രവടിക്കുള്ളത്. ഈ മന്ത്രവടിയിലൂടെയാണ് അമിത് എന്ന് പറയുന്ന ദേവതയുടെ മന്ത്രശക്തി ഓരോ ആളുകളുടെയും ആത്മാവിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ ഹാരോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടാവും. ഇത് അമിത് എന്ന് പറയുന്ന ഒരു ദേവതയുടെ കാര്യം മാത്രമാണ്. ഇനിയും പല ഈജിപ്ഷ്യൻ ദൈവങ്ങളും ആചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഓരോന്ന് ഇടയ്ക്ക് പറയുന്നത്. മിസ്റ്റർ ഹാരോ തന്നെത്താനെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുടെ കൈയുടെ മേല് ആ മന്ത്രവടി വെക്കുവാണ്. എന്നിട്ട് പറയാൻ തുടങ്ങി, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന നമ്മുടെ ദേവതയായ അമിത്തിന്റെ പേരിൽ അതേ അമിത്തിന്റെ ശക്തിയുടെ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ച് ഞാൻ നിന്റെ ആത്മാവിനെ പരിശോധിക്കുകയാണ്. നീ ജീവിക്കാൻ അർഹതയുള്ള ആളാണോ എന്ന് അമിത് തന്നെ തീരുമാനിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും മിസ്റ്റർ ഹാരോയുടെ കയ്യിൽ ആ ത്രാസ് ഉണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് ആടാൻ തുടങ്ങി. പക്ഷെ അത് കറക്റ്റ് ബാലൻസ് ആയി നിൽക്കുവാണ്. അത് പച്ച നിറത്തി തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ വളരെ ശുദ്ധനായിട്ടുള്ള ആളാണ്. ഇതുവരെ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി ഭാവിയിലും അയാൾ തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ അർഹതയുണ്ട്. മിസ്റ്റർ ഹാരോ അയാളെ കെട്ടിപ്പിടിക്കുന്നു. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുക. അമിത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ എന്ത് വട്ടാന്ന് നോക്കി നിൽക്കുകയാണ് നമ്മളുടെ സ്റ്റീവൻ. ആ സമയത്ത് സ്റ്റീവനെ പിടിക്കാൻ വേണ്ടി പിന്നിക്കൂടെ തോക്കൊക്കെ പിടിച്ച ആളുകൾ വരുന്നുണ്ട്. അവൻ ആരും കാണാതെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് വേറൊരു അമ്മൂമ്മ സ്വയം പരീക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുവാണ്. ഹാരോ അവരെ സ്വാഗതം ചെയ്യുന്നു. അയാൾ പറയാൻ തുടങ്ങി, വീണ്ടും ഒരാൾ വന്നിരിക്കുന്നു സ്വയം പരീക്ഷിക്കാൻ വേണ്ടി. നിങ്ങളും വിശുദ്ധനായ ഒരാളാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അമിത് തീരുമാനിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് മുന്നത്തെ ആളുടെ മേൽ ചെയ്ത പോലെ ഈ അമ്മൂമ്മയുടെ കയ്യിലും ഹാരോ മന്ത്രവടി വെക്കുവാണ്. അയാളുടെ കയ്യിലെ ത്രാസ് ആടാൻ തുടങ്ങി. പക്ഷെ ഈ വട്ടം അത് കറക്റ്റ് ബാലൻസ് ആയിട്ടല്ല നിൽക്കുന്നത്. അത് ചുവപ്പ് നിറമായിട്ട് മാറി. ആ അമ്മൂമ്മ ചെറുതായിട്ട് പേടിക്കാൻ തുടങ്ങി. അവർ പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതകാലത്തിൽ ഇതുവരെ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ അങ്ങനെ നോക്കിയിട്ടല്ല അമിത്തിന്റെ വിധി തീരുമാനിക്കപ്പെടുന്നത്. ഇതുവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇനി അങ്ങോട്ട് തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവര് നല്ല ആൾക്കാരല്ല എന്ന് വിധി എഴുതപ്പെടും. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ ദേവതയായ അമിത്താണ്. എന്റെ കയ്യിലെ ത്രാസ് നിങ്ങളൊരു നല്ല വ്യക്തി അല്ലെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്യാനിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്കിനി വേറെ വഴിയൊന്നുമില്ല. അമിത് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഹാരോ അങ്ങനെ പറഞ്ഞതോടെ ആ അമ്മൂമ്മ അവിടെ മരിച്ചു വീഴുവാണ്. അതായത് അമിത് എന്ന് പറയുന്ന ദേവതയുടെ തീരുമാനം ഭാവിയിൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ അമ്മൂമ്മ ജീവിക്കേണ്ട എന്നായിരുന്നു. ഇതൊരു വല്ലാത്ത ആചാരം തന്നെ. മരിച്ചുപോയ അമ്മൂമ്മയെ ഹാരോയുടെ ആളുകൾ വന്ന് എടുത്തുകൊണ്ട് പോവാണ്. ആളുകൾ ഇങ്ങനെ മരിക്കുന്നതിൽ ഹാരോയ്ക്കും വിഷമമുണ്ട്. പക്ഷെ അവരൊക്കെ വിശ്വസിക്കുന്ന അമിത് എന്ന് പറയുന്ന ദേവത അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് സ്റ്റീവനെ തേടി ഇറങ്ങിയ തോക്ക് പിടിച്ച ആള് ഹാരോയുടെ അടുത്തേക്ക് വരുവാണ്. ശല്യപ്പെടുത്തുന്നതിന് ക്ഷമിക്കണം മിസ്റ്റർ ഹാരോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളുടെ രണ്ടാൾക്കാരെ ഒരുത്തം വന്ന് കൊന്നു. എന്നിട്ട് നമ്മൾക്ക് വിലപ്പെട്ട ഒരു സാധനം അവൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഈ കൂട്ടത്തിൽ തോക്ക് പിടിച്ച ആള് സ്റ്റീവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുവാണ്. അതായത് മിസ്റ്റർ ഹാരോയുടെ കെട്ടിടമായിരുന്നു അത്. മിസ്റ്റർ ഹാരോയുടെ ആൾക്കാരായിരുന്നു അത്. അവരും സ്റ്റീവനും തമ്മിൽ ഇന്നലെ ഒരു ഫൈറ്റ് ഉണ്ടായി. സ്റ്റീവൻ അവരുടെ രണ്ടാൾക്കാരെ കൊന്നു കളഞ്ഞു. അവരുടെ എന്തോ ഒരു സാധനം സ്റ്റീവൻ എടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ സ്റ്റീവൻ ഉള്ളതുകൊണ്ട് മിസ്റ്റർ ഹാരോ വേറെ ഏതൊരു ഭാഷയിൽ എല്ലാവരോടും മുട്ടുകുത്തിയിരിക്കാൻ പറയുവാണ്. ഈ ഭാഷ സ്റ്റീവന് മനസ്സിലായില്ല. പക്ഷെ അവിടെയുള്ള ബാക്കി എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് അവരൊക്കെ മുട്ടുകുത്തിയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റീവനെ കണ്ടുപിടിക്കാൻ മിസ്റ്റർ ഹാരോയ്ക്ക് പറ്റി. എല്ലാവരും മുട്ടുകുത്തിയിരുന്നപ്പോൾ സ്റ്റീവന് മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവനെ കണ്ടുപിടിച്ചു. ഇനി നീ ഒളിക്കേണ്ട, ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. എന്റെ കാര്യമാണ് പറയുന്നത്. നീ ഒരു വാടക കൊലയാളിയല്ലേ, ഒരു മേഴ്സണറി? അയ്യോ, ഞാൻ കൊലയാളിയൊന്നുമല്ല. ഞാനൊരു മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന ആളാ. എന്റെ പേര് സ്റ്റീവൻ ഗ്രാൻഡ്. ഞാനെല്ലാം ഉറങ്ങി എഴുന്നേറ്റപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത് ഏതാ സ്ഥലമൊന്നും നിങ്ങൾ ആരോന്നൊന്നും
എനിക്ക് അറിയില്ല. എനിക്ക് തിരിച്ച് ലണ്ടനിലേക്ക് പോകണം, അവിടെ എന്റെ വീട്. ഓക്കെ സ്റ്റീവൻ, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നീ എടുത്ത സ്കാരബ് എനിക്ക് തിരിച്ചതാ. എന്ത് തിരിച്ചു തരാൻ? എനിക്ക് മനസ്സിലായില്ല. സ്കാരബ് എന്ന് വെച്ചാ? ഓ ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു ഈ സാധനം. ഇതെന്താന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അതിങ്ങോട്ട് തന്നേക്ക്, വേറൊരു കുഴപ്പം ഉണ്ടാവില്ല. അതവൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ആരാ? എന്താ ഇതാരാ? കുറച്ചു നേരമായിട്ട് നിങ്ങൾ എന്റെ തലയിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുവാണല്ലോ. എന്തായാലും അവന്റെ തലയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം കണക്കാക്കാതെ അവൻ ആ സ്കാരബ് ഹാരോയ്ക്ക് കൊടുക്കാൻ പോവാണ്. അവൻ കൈ നീട്ടി, പക്ഷെ ഹാരോ അത് എടുക്കാൻ വന്നപ്പോഴേക്കും അവൻ വീണ്ടും കൈ പൂട്ടി വെക്കുവാണ്. പക്ഷെ ഇത് സ്റ്റീവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. മിക്കവാറും കുറച്ചു നേരമായിട്ട് അവന്റെ തലയിൽ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക രൂപം അവന്റെ പിന്നി വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതാരാണോ അയാളായിരിക്കും ഇത് ചെയ്യിക്കുന്നത്. ഞാൻ മര്യാദയുടെ ഭാഷയിൽ അത് എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അത് തരുന്നതാണ് നല്ലത്. അയ്യോ, എന്റെ കൈ ഞാനല്ല അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ തുറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ വിരൽ ഇങ്ങനെ തുറന്നു കാണിക്കാം. എന്റെ വിരല് അനക്കാൻ പറ്റാത്ത മരവിച്ച് പോയ പോലെ തോന്നുന്നു. ഇതെന്താ തുറക്കാത്തത്? തുറക്ക്. ഐ എം സോറി. എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ശരിയാക്കി തരാം. തുറന്നു, എടുത്തോ. പക്ഷെ ഹാരോ അത് എടുക്കാൻ വന്നപ്പോഴേക്കും സ്റ്റീവൻ അത് മറ്റേ കൈയിലേക്ക് മാറ്റുവാണ്. ഇനി ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല, മര്യാദയ്ക്ക് അത് താ. സാറേ, ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എന്റെ കൈയും കാലം ഒന്നും എന്റെ കൺട്രോളിലല്ല. ഇപ്പോ ഇതൊക്കെ എന്നെ കൊണ്ട് ആരും ചെയ്യിക്കുന്നതാ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എടുത്തോ. ഞാൻ തന്നെ കൊണ്ടുതരാം. എടുത്തോ, പെട്ടെന്ന് എടുത്തോ. ഇനി സമയം കളയണ്ട. മിസ്റ്റർ ഹാരോ അത് വീണ്ടും എടുക്കാൻ പോകുമ്പോഴേക്കും സ്റ്റീവൻ അവിടെ നിന്ന് നടന്ന് പോവുകയാണ്. അല്ലെങ്കിൽ സ്റ്റീവൻ അവിടെ നിന്ന് ആരും നടത്തി കൊണ്ടുപോവുകയാണ്. അയ്യോ, ഇത് ഞാൻ വേണമെന്ന് വെച്ച് പോകുന്നതല്ല. എന്റെ കാലം എന്റെ കൺട്രോളിലല്ല. എന്നെ കൊണ്ട് ആരും നടത്തിക്കുന്നതാ. ഹാരോയുടെ ആൾക്കാർ വന്ന് സ്റ്റീവനെ പിടികൂടുന്നു. സാർ എന്നെ ഒന്നും ചെയ്യില്ല. ഇതൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ. ഞാനിത് തരാൻ തന്നെ ട്രൈ ചെയ്യുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ പേടിക്കാൻ തുടങ്ങി. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് മിസ്റ്റർ ഹാരോ അയാളുടെ ആളുകളുടെയും സ്റ്റീവന്റെയും കൂടെ മാറിപ്പോവാണ്. ഹാരോയുടെ ആളുകൾ പരമാവധി അത് അവന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ജസ്റ്റ് എടുക്കാറായപ്പോഴേക്കും ഒരു കാര്യം സംഭവിക്കുകയാണ്. സ്റ്റീവൻ ബ്ലാക്ക് ഔട്ടായി. അതായത് സ്റ്റീവന്റെ ഓർമ്മ പോയി. പിന്നെ ഒന്നും സ്റ്റീവൻ ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോ മുഖത്തും കയ്യിലും ഒക്കെ രക്തമായിട്ട് അതേ സ്കാരബ് പിടിച്ചാണ് സ്റ്റീവൻ അവിടെ നിൽക്കുന്നത്. പക്ഷെ ചുറ്റുമുള്ള ആളുകളൊക്കെ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അവരെയൊക്കെ സ്റ്റീവനാണ് കൊന്നത്. കാരണം സ്റ്റീവന്റെ കയ്യിൽ രക്തം കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ട് അവൻ തന്നെ ഞെട്ടിപ്പോയി. ചുറ്റുമുള്ള ആളുകളും ഹാരോയും ഒക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്ക് ഔട്ടായി കഴിഞ്ഞ് എങ്ങനെ ഫൈറ്റ് നടന്നെന്നോ എങ്ങനെ അവരെ കൊന്നെന്നോ എന്തൊക്കെ നടന്നെന്നോ സ്റ്റീവൻ ഒരു ഓർമ്മയില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്തും സംഭവിക്കുന്നത്. ഇന്നലെ രാത്രി ഫൈറ്റ് നടന്നതും ഇങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും ഇതൊക്കെ കണ്ട് പേടിയാവുന്ന സ്റ്റീവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. അവന്റെ തലയിലുള്ള ശബ്ദം ഈ സ്കാൽബാർക്കും കൊടുത്തു പോരുതെന്ന് പിന്നെയും പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് പേടിയായ സ്റ്റീവൻ പെട്ടെന്ന് അടുത്ത് കണ്ട ഒരു ഐസ്ക്രീം ട്രക്ക് കയറി അതെടുത്ത് ഓടിച്ചു പോവാണ്. ചിലപ്പോൾ ഭയങ്കര പേടിയായ സമയത്ത് ചെയ്തതായിരിക്കും. സ്റ്റീവൻ ആകെ ഡൗട്ടായി. അവന് ലൈസൻസ് പോലും ഇല്ല. അവന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് അവൻ പോലും അറിയാതെ അവനിങ്ങനെ വണ്ടി ഓടിക്കുന്നത്? ഇതൊക്കെ ചിലപ്പോൾ ഒരു സ്വപ്നമായിരിക്കും. ഇതെന്തായാലും ഒരു സ്വപ്നമായിരിക്കും. ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇങ്ങനെയൊക്കെയാണ് സ്റ്റീവൻ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഇത് ശരിയാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റീവൻ കാണുന്ന സ്വപ്നമാണെങ്കിലോ. പക്ഷെ പെട്ടെന്നാണ് പിന്നിക്കൂടെ ഹാരോയുടെ ആളുകൾ കാറി വരുന്നത്. അവർ സ്റ്റീവനെ ചേസ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഇവർ തന്നെ കൊല്ലുമെന്ന് സ്റ്റീവന് മനസ്സിലായി. കുറെ വളവും തിരിവുള്ള താമരശ്ശേരി ചുരം പോലെയുള്ള ഒരു വഴിയാണിത്. അതിക്കൂടെ സ്റ്റീവൻ പോലും അറിയാതെ അവൻ സ്പീഡിൽ ആ ട്രക്ക് ഇങ്ങനെ ഓടിക്കുവാണ്. ഇതിനിടയ്ക്ക് വേറെ വണ്ടികളുടെ മേലൊക്കെ മുട്ടുമ്പോൾ സ്റ്റീവൻ സോറി പറയുന്നുണ്ട്. അവൻ ആളൊരു പാവമാണ്. പക്ഷെ സോറി പറഞ്ഞെങ്കിലും മുട്ടിയ വണ്ടിയിലുണ്ടായിരുന്ന ലേഡി അവനെ നടുവിരൽ പൊക്കി കാണിക്കുവാണ്. പിന്നെ വന്ന ഹാരോയുടെ ആളുകൾ ഈ ട്രക്കിലേക്ക് ചാടി കയറുവാണ്. സ്റ്റീവൻ ബാലൻസ് തെറ്റിച്ച് അയാളെ വീഴ്ത്താൻ നോക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് കപ്പ് കേക്ക് എടുത്ത് അവൻ ഹാരോയുടെ ആളുടെ മുഖത്ത് തേച്ചു. കാരണം അയാള് സ്റ്റീവനെ ആക്രമിക്കാൻ വേണ്ടി വന്നുകൊണ്ടേയിരിക്കുവാണ്. ഈ കപ്പ് കേക്ക് തേച്ചതിന് പോലും സ്റ്റീവൻ സോറി പറയുന്നുണ്ട്. ഇപ്പോൾ ട്രക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹാരോയുടെ ആളുകൾ കാറി വന്ന് സ്റ്റീവനെ വെടിവെക്കാൻ പോവാണ്. കപ്പ് കേക്ക് മുഖത്തായവനാണെങ്കിൽ സ്റ്റീവന്റെ കഴുത്തി പിടി മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അവനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്റ്റീവൻ വീണ്ടും ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു തോക്കിരിക്കുന്നുണ്ട്. കയ്യിൽ രക്തമുണ്ട്. അവിടെ കപ്പ് കേക്ക് മുഖത്തായവൻ വെടികൊണ്ട് ചത്തിരിക്കുന്നുണ്ട്. അവൻ പിന്നിലേക്ക് വീണുപോയി. മാത്രമല്ല ഇവന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നുകൊണ്ടിരുന്ന ആ കാർ ഉണ്ടല്ലോ, അതവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബ്ലാക്ക് ഔട്ട് ആയ സമയത്ത് സ്റ്റീവൻ അവരെയൊക്കെ വെടി വെച്ച് പറപ്പിച്ചിട്ടുണ്ടാവും. കയ്യിൽ തോക്ക് കണ്ട് പേടിച്ച സ്റ്റീവൻ അത് നേരെ നിലത്തേക്ക് ഇട്ടു. പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താണ് മാർക്ക് നീ ചെയ്യുന്നത്? ശരീരത്തിന്റെ കൺട്രോൾ നീ ഏറ്റെടുക്ക്. സ്റ്റീവനെ കൊണ്ടതൊന്നും നടക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആ സ്കാരബ് എങ്ങാനും നഷ്ടപ്പെട്ടാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊല്ലും. പിന്നെ സ്റ്റീവനും ഉണ്ടാവില്ല, മാർക്കും ഉണ്ടാവില്ല. ഈ തലയിലുള്ള ശബ്ദം കുറെ നേരമായിട്ട് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാർക്ക് ആരാണെന്നോ എന്തിനാണ് മാർക്കിന് തന്റെ ബോഡി വിട്ടുകൊടുക്കാൻ പറയുന്നതെന്നോ എന്തിനാണ് മാർക്കിനോട് തന്റെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ പറയുന്നതെന്നോ ഒന്നും സ്റ്റീവന് മനസ്സിലാവുന്നില്ല. ഈ തലയുള്ള വോയിസ് ആരാന്ന് പോലും അവൻ അറിയില്ല. എന്ത് തേങ്ങ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് വട്ടുപിടിച്ച് എന്റെ തലയിൽ എന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദൈവമേ, ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്വപ്നത്തിൽ തന്നെ എഴുന്നേപ്പിക്കണേ. എടാ മണ്ടൻ സ്റ്റീവ, നേരെ നോക്കി വണ്ടി ഓടിക്ക്. മുന്നിൽ വരുന്ന ട്രക്ക് ഇടിച്ച നിന്റെ കഥ ഇപ്പൊ തീരും. അപ്പോഴാണ് സ്റ്റീവൻ മുന്നിലേക്ക് നോക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ട്രക്ക് വരുന്നുണ്ട്. കുറെ മരങ്ങളൊക്കെ നിറച്ചൊരു ട്രക്ക്. സ്റ്റീവൻ പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് വളരെ വിദഗ്ധമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പിന്നെ വന്ന കുറെ വണ്ടിയിൽ ആ ട്രക്ക് പോയി ഇടിക്കുവാണ്. ഇപ്പൊ ഹാരോയുടെ ആളുകൾ സ്റ്റീവൻ പോയിക്കൊണ്ടിരിക്കുന്ന ട്രക്കിനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും വന്ന് വളയുവാണ്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് സ്റ്റീവനെ വെടി വെക്കാൻ പോവുകയാണ്. അപ്പൊ ദേ പിന്നെയും ബ്ലാക്ക് ഔട്ടായി.
പിന്നെ ഓർമ്മ വരുമ്പോ അവന്റെ ട്രക്ക് റിവേഴ്സ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതും ഇത്ര വലിയ ഇറക്കത്തിക്കൂടെ. എന്താ ഇപ്പൊ സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല. പക്ഷെ ഫോളോ ചെയ്തിരുന്ന വണ്ടികളിൽ ഒരെണ്ണം നേരെ താഴേക്ക് പോയിട്ടുണ്ട്. ഇനി ഒരു വണ്ടി ബാക്കിയുള്ളൂ. സ്റ്റീവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മുന്നിൽ വരുന്ന കാർ ഓടിക്കുന്ന ആളുടെ മേലേക്ക് അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് എറിഞ്ഞു കളയുവാണ്. എടാ മണ്ടൻ സ്റ്റീവ, നീ എന്താ ചെയ്തത്? കയ്യിലാകെ കൂടി ഉണ്ടായിരുന്ന തോക്ക് പോലും നീ എറിഞ്ഞു കളഞ്ഞല്ലോ. എന്റെ മാർക്ക്, ദയവ് ചെയ്ത് നീ ഇവന്റെ ബോഡി ഒന്ന് ഏറ്റെടുക്ക്. പെട്ടെന്ന് സ്റ്റീവന്റെ വണ്ടി നിന്നു പോവാണ്. പിന്നാലെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അവന്റെ നേരെ മുന്നിൽ വന്ന് കാർ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അവനെ വെടിവെക്കാൻ പോവാണ്. പക്ഷെ നേരത്തെ മോളി വെച്ച് മരം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ട്രക്ക് മറിഞ്ഞു വീണല്ലോ. അതിലെ മരങ്ങളൊക്കെ നേരെ അടിയിലേക്ക് ഉരുണ്ടു വീണ് അവന്മാരെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് കൊണ്ടുപോവാണ്. ഇത് കണ്ട് സ്റ്റീവന് പേടിയായി. തന്റെ നേരെയും ഈ മരങ്ങൾ ഉരുണ്ടു വരുന്ന പോലെ അവന് തോന്നി. പക്ഷെ പെട്ടെന്ന് അവൻ ഉറക്കത്തിന്ന് ഞെട്ടി എണീക്കുവാണ്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായേ അവനവന്റെ ബെഡിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവന്റെ കാലിൽ ഇപ്പോഴും ആ കെട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അവൻ കണ്ടൊരു സ്വപ്നമായിരുന്നു. അപ്പോഴാണ് സ്റ്റീവന് ശ്വാസം നേരെ വീണത്. അവൻ സമാധാനത്തോടെ വീണ്ടും കിടക്കാൻ തുടങ്ങി. അവൻ എന്നത്തെയും പോലെ എഴുന്നേറ്റപ്പോ അവിടെ വെതറിയിരുന്ന മണലില് വേറെ കുഴപ്പമൊന്നുമില്ല. ഒട്ടിച്ചിരുന്ന സെലോ ടേപ്പും ആരും ഇളക്കി മാറ്റിയിട്ടൊന്നുമില്ല. അവൻ ആ സെലോ ടേപ്പ് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ സ്റ്റീവൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഈ സെലോ ടേപ്പ് കാരണം ആ വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ നിറഞ്ഞു പോയിട്ടുണ്ട്. അവൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഗസിനോട് വർത്തമാനം പറയാൻ തുടങ്ങി. എന്താ ഗസ്, ഇന്നലെ എന്റെ പോലെ നീയും വല്ല സ്വപ്നവും കണ്ടോ? അല്ല ഈ മീനുകളൊക്കെ ഉറങ്ങാറുണ്ടോ ഗസ്? എന്തായാലും ഞാനിന്നലെ കണ്ട പോലത്തെ ഇത്ര പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം വേറെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അപ്പോഴാണ് സ്റ്റീവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ വളർത്തിയിരുന്ന ഗസ് എന്ന് പറയുന്ന ഗോൾഡ് ഫിഷിന് ഒറ്റ ചെറുകേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അതിന് 2 ചെറുക് വന്നിരിക്കുവാണ്. മുറിഞ്ഞുപോയ ചെറുക് അങ്ങനെ വളർന്നു വരുമൊന്നുമില്ലല്ലോ. അവൻ നേരെ മീൻ കടയിലേക്ക് പോയി. എടോ താൻ എന്താ പറയുന്നത്? ഒറ്റ ചെറുകുള്ള മീനിന് വേറൊരു ചെറുക് വളർന്നു എന്നാണ് പറയുന്നത്? അങ്ങനെയൊന്നും നടക്കാനേ ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ എന്റെ ഗസ്സിന് മേടിച്ചപ്പോ അങ്ങനെയായിരുന്നു. പിന്നെ അതെങ്ങനെ ഉണ്ടായി? ഒരു ചെറുകുള്ള മീനിന് അങ്ങനെ പെട്ടെന്ന് 2 ചെറുക് വരൂ? ഇതെന്റെ ഗസ്സൊന്നുമല്ല. എടോ ഇന്നലെ താൻ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ചെറുകുള്ള മീൻ ഇവിടെ ഇല്ല. താൻ വേണമെങ്കിൽ 2 ചെറുകുള്ള വേറൊരു മീനിനെ കൊണ്ടുപോക്കോ. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ഇവിടേക്ക് വന്നിട്ട് കുറെ ആഴ്ചകളായല്ലോ. എടോ തന്റെ തമാശ കളിക്ക് എനിക്ക് സമയമൊന്നുമില്ല. താൻ ഇന്നലെ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചതാണ് ഒറ്റ ചെറുകുള്ള മീനിനെ കിട്ടുമെന്ന്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അതൊന്നും കിട്ടില്ലെന്ന്. ഇപ്പൊ താൻ വന്ന് വേറെന്തോ പിച്ചും പേയും പറയുന്നു. ഒന്ന് പോവാൻ നോക്ക്. ഇത് കേട്ടപ്പോ സ്റ്റീവന് പിന്നെയും ഭ്രാന്തായി. സ്റ്റീവൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും സ്റ്റീവന് ഓർമ്മയില്ല. പക്ഷെ അവിടെയുള്ള ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് സ്റ്റീവന് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇന്ന് ഡൈലന്റെ കൂടെ 7 മണിക്ക് ഡേറ്റിന് പോവാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി കറങ്ങാൻ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് സ്റ്റീവൻ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ പോവാണ്. അതിന്റെ എല്ലാ സന്തോഷവും അവനുണ്ട്. അവൻ നേരെ പോയി 7 മണിക്ക് മുന്നേ തന്നെ ഡൈലൻ പറഞ്ഞ റെസ്റ്റോറന്റിൽ പോയി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെയാണ് ഏറ്റവും നല്ല സ്റ്റേക്ക് കിട്ടുകയെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈമായിട്ട് അവളെ കാണാനില്ല. സ്റ്റീവൻ ആകെ ടെൻഷനായി. ആദ്യമായിട്ടാണ് ഒരു ഡേറ്റിനൊക്കെ വരുന്നത്. എന്തായാലും ക്ഷമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ നേരെ അവളെ കോൾ ചെയ്യുവാണ്. ഹായ് ഡൈലൻ, നമ്മൾ കാണാന്ന് പറഞ്ഞ ടൈമായല്ലോ. ഞാൻ നീ പറഞ്ഞ റെസ്റ്റോറന്റിൽ വന്നിരിക്കുന്നുണ്ട്. നമുക്കിന്ന് അടിച്ചു പൊളിക്കണ്ടേ? ഓ അതിന്റെ ആവശ്യമില്ല സ്റ്റീവൻ. ഞാൻ 2 ദിവസം മുന്നേ ഒറ്റയ്ക്ക് വന്ന് അവിടുന്ന് നല്ല സ്റ്റേക്ക് തന്നെ മേടിച്ച് കഴിച്ചു. നീ വന്നില്ലല്ലോ. അപ്പൊ ഇനി ഒന്നും പറയണ്ട. ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. എന്താ ഡൈലൻ പറയുന്നത്? നമ്മൾ ഫ്രൈഡേയില് പറഞ്ഞിരുന്നേ. എടാ പൊട്ട, ഫ്രൈഡേ 2 ദിവസം മുന്നേ കഴിഞ്ഞു പോയി. ഇന്ന് ഞായറാഴ്ചയാ. വല്ല ബോധമുണ്ടോ നിനക്ക്? നീ എന്നെ എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്നറിയോ? ഇതിന് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. ഇനി എന്നെ വിളിച്ചു പോരുത്. നീ എന്തൊക്കെ ഡൈലൻ പറയുന്നത്? ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോ വ്യാഴാഴ്ചയായിരുന്നു. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ആവണ്ടേ? പിന്നെ എങ്ങനെ സൺഡേ ആവുന്നത്? പക്ഷെ ഡൈലൻ അപ്പോഴേക്കും ഫോൺ വെച്ചിട്ട് പോയി. അവൻ അവിടെ കണ്ട വെയിറ്ററോട് ഇന്ന് ഏതാണ് ദിവസം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാളും പറയുന്നു ഇന്ന് ഞായറാഴ്ചയാണെന്ന്. സ്റ്റീവന് മനസ്സിലായി ഇന്നലെ കണ്ടതൊന്നും ഒരു സ്വപ്നമായിരുന്നില്ല. അവൻ ഉറങ്ങാൻ കിടന്നത് വ്യാഴാഴ്ചയാണ്. പക്ഷെ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഡൈലിനോട് പറഞ്ഞ ഡേറ്റിന് പോലും അവനെ കൊണ്ട് എത്താൻ പറ്റിയില്ല. ഈ 2 ദിവസത്തിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ആ നടന്നതിലെ ചില കാര്യങ്ങളാണ് നേരത്തെ കണ്ട ഹാരോയും കാർ ചേസും തുടർന്നുള്ള കാര്യങ്ങളും. ഇതൊക്കെ മനസ്സിലായെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സ്റ്റീവന് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും സ്റ്റീവന് ഭയങ്കരമായിട്ട് വിഷമമായി. അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും നേരെ നടക്കുന്നില്ല. ജീവിതം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഗനായിട്ടുള്ള അവൻ ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റേക്ക് തന്നെ തരാൻ പറയുവാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള അവൻ ഇങ്ങനെ സ്റ്റേക്ക് തരാൻ പറയുന്നത്? അതായത് അവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ ശീലങ്ങളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ആകെ താറുമാറായി താളം തെറ്റിപ്പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാ ഈ ശീലം മാത്രമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് അത്രയും സങ്കടമുള്ളതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ഇറച്ചി കഴിക്കാൻ തീരുമാനിക്കുന്നത്. ഏത് ടൈപ്പ് സ്റ്റേക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവന് ടൈപ്പ് ഒന്നും അറിയാത്തതുകൊണ്ട് ഏറ്റവും നല്ല ടൈപ്പ് തന്നെ എടുത്തോളം പറയുന്നു. ഇപ്പോ അൽഫാം എന്ന് മാത്രം അറിയുന്ന ഒരാള് ഒരു കുഴിമന്തി കടയിൽ പോയിട്ട് പെരി പെരി അൽഫാം വേണോ അല്ലെങ്കിൽ ഹണി അൽഫാം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്കത് പറയാൻ പറ്റണമെന്നില്ല. അതുപോലെയാണ് സ്റ്റീവന്റെ അവസ്ഥ. സ്റ്റീവൻ നടന്നു വരുന്ന വഴിക്ക് അവന്റെ അമ്മയെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് ഡേറ്റ് ഒക്കെ ശരിക്കും തന്നെ നടന്നു എന്നാണ് സ്റ്റീവൻ പറയുന്നത്. ആ അമ്മ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൾക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നത്. ഞാൻ കൊണ്ടുപോയി പൂവൊക്കെ അവൾക്ക് കൊടുത്തു. ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ചോക്ലേറ്റും കൊടുത്തു. അതും അവൾക്ക് ഇഷ്ടമായി. ഇനിയും കാണാമെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അമ്മയ്ക്കും കാണാമല്ലോ. അവള് നല്ല കുട്ടിയമ്മ. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് നാളെ പറയാം. ഇപ്പോ ലേറ്റ് ആയി. അപ്പൊ ശരിയമ്മ, പിന്നെ വിളിക്കാം. അങ്ങനെ അവൻ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കയറുവാണ്. അവിടെ അവനക്കകത്ത് ഗസ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അത് ഗസ് ആണോന്ന് പോലും അറിയില്ല. കാരണം ഗസ്സിന് ഒരു ചെറുകെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവിടെ കിടക്കുന്ന മീനിന് 2 ചെറുകുണ്ട്. എന്തായാലും മാജിക് കൊണ്ട് വേറൊരു ചെറുക് മുളപ്പിക്കാനൊന്നും ഒരു മീനിനെ കൊണ്ട് പറ്റില്ലല്ലോ. സംതിങ് ഫിഷി എന്തോ പ്രശ്നമുണ്ട്.
കൊടുക്കുന്നുണ്ട്. അവന്റെ കൈ ബാക്കിയുണ്ടായിരുന്ന ചോക്ലേറ്റ് അവൻ തന്നെ തിന്നു തീർക്കാൻ തുടങ്ങി. വേറെ വഴിയൊന്നുമില്ലല്ലോ. പക്ഷെ ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കും വന്നാ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്ത കാര്യമോ ചെയ്യാൻ പോകുന്ന കാര്യമോ പറഞ്ഞ കാര്യമോ ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു ദിവസം ഏതാണ് സമയം ഏതാന്ന് പോലും നിങ്ങളെ കൊണ്ട് ഓർക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ആ കൂടിയുള്ള ഗസ്സിന് സ്റ്റീവൻ കുറച്ച് ചോക്ലേറ്റിന്റെ പൊടി കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷെ ഗസ് അത് കഴിക്കുന്നില്ല. അപ്പൊ തന്നെ സ്റ്റീവന് മനസ്സിലായി തന്റെ മുന്നിലുള്ള ഈ ഗോൾഡ് ഫിഷ് ഗസ് ഒന്നുമല്ല. കാരണം ഗസ്സിന് ചോക്ലേറ്റ് ഇഷ്ടമായിരുന്നു, അവനത് കഴിക്കാറുണ്ട്. ഈ മീനാണെങ്കിൽ ചോക്ലേറ്റ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നീ ശരിക്കുള്ള ഗസ് ആണെങ്കിൽ ഞാനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് താഴെ വീണു. അവിടെ നോക്കിയപ്പോ തറയിൽ എന്തൊക്കെയോ മാറ്റം കാണുന്നുണ്ട്. കുറച്ചുകൂടി പരിശോധിച്ചപ്പോ അവിടെ മുകളിലായിട്ട് ഒരു മരത്തിന്റെ പീസ് ഇങ്ങനെ ഇളകിയിരിക്കുന്നുണ്ട്. സ്റ്റീവൻ അവിടെ കയറി നിന്ന് നോക്കി. അവനാകെ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഒരു ചെറിയ കീപാഡ് ഫോണും ഒരു ചാർജറും ഇരിക്കുന്നുണ്ട്. ഒരു ലോക്കറിന്റെ കീയും ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാടായി നടക്കുന്നത്? അവൻ ആ ഫോൺ പരിശോധിക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ കുറെ മിസ്ഡ് കോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ലൈല എന്ന് പറയുന്ന ഒരാളാണ് കോൾ ചെയ്തിരിക്കുന്നത്. ഈ ഫോണിലെ കോൺടാക്ട് സേവ് ചെയ്തുകൊണ്ടാണല്ലോ പേര് കാണിക്കുന്നത്. പക്ഷെ ഇത് ആരുടെ ഫോണാന്ന് പോലും സ്റ്റീവൻ അറിയില്ല. കുറെ ലൈലയുടെ മിസ്ഡ് കോളിന്റെ കൂട്ടത്തിൽ ഡുച്ചാമ്പ് എന്ന് പറയുന്ന ഒരു പേരും അവന് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഏത് തെണ്ടികളാണെന്നാണ് സ്റ്റീവൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് വീണ്ടും ലൈലയുടെ ഒരു കോള് ഈ ഫോണിലേക്ക് വരാൻ തുടങ്ങി. സ്റ്റീവൻ പെട്ടെന്ന് പേടിച്ചു പോയി. അവനിപ്പോ കോൾ എടുക്കണോ ഫോൺ നിലത്തിടണോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ആളൊരു പേടിത്തൊണ്ടനാണ്. എന്നാലും അവൻ ധൈര്യം സംഭരിച്ച് ആ കോൾ അങ്ങോട്ട് എടുക്കുവാണ്. ഏത് ലൈലയായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ ആരാ? ഓ മൈ ഗോഡ് മാർക്ക്, നീ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്നിട്ട് എന്താ മാർക്ക് നീ ഇത്രയും നാളെ എന്നെ കോൾ ചെയ്തിരുന്നത്? ഞാൻ വിചാരിച്ചു നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന്. ഞാൻ എത്ര നാളെ നിനക്ക് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഒരു മെസ്സേജെങ്കിലും തിരിച്ചയച്ചുകൂടെ നിനക്ക്? നീ ഇപ്പൊ ശരിക്കും എവിടെയുള്ളത്? ഹലോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഈ ഫോൺ ഇപ്പൊ കിട്ടിയിട്ടേ ഉള്ളൂ. ഇത് ആരുടെ ഫോണാണോ നിങ്ങൾ ആരാന്നോന്ന് എനിക്ക് അറിയില്ല. ഞാൻ വെറുതെ ഈ ഫോണിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. സത്യമായിട്ട് നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയില്ല. അയ്യേ, ഇതെന്താ മാർക്ക് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയതല്ല. ഞാനിങ്ങനെ തന്നെ സംസാരിക്കാറ്. നിങ്ങൾക്ക് ശരിക്കും ആള് മാറിപ്പോയതാ. ഞാൻ മാർക്കൊന്നുമല്ല. നിങ്ങൾ എന്തിനാ എന്നെ മാർക്കെന്ന് വിളിക്കുന്നത്? എന്റെ പേര് സ്റ്റീവൻ എന്നാ. നിങ്ങളുടെ പേര് ലൈല എന്നല്ലേ? അത് ഈ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ആരാ? ഹലോ. പക്ഷെ അപ്പോഴേക്കും ആ കോൾ കട്ടാവുകയാണ്. ഇപ്പൊ പലവട്ടമായിട്ട് പലരും സ്റ്റീവനെ മാർക്കെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കാര്യം എന്താന്ന് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ആരോ സ്റ്റീവനെ വിളിക്കുന്നത് പോലെ അവന് തോന്നുവാണ്. സ്റ്റീവൻ ആരാ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ എന്റെ പേര് വിളിച്ച്? വെറുതെ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. പോലീസിനെ വിളിക്കും ഞാൻ. പിന്നെ അകത്ത് കിടക്കേണ്ടി വരും. ഉള്ളിലേക്ക് വല്ല കള്ളം കയറിയതായിരിക്കുമെന്നും അയാൾ ബാത്റൂമിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ച് സ്റ്റീവൻ നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അവൻ പേടിച്ച് നിന്ന് വാതിൽ തുറന്നു. പക്ഷെ അവിടെ ആരുമില്ല. അവിടെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോ അവന്റെ തന്നെ രൂപം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ രൂപം അനങ്ങുന്ന പോലെ അവന് തോന്നി. അവൻ പേടിച്ച് പെട്ടെന്ന് ലൈറ്റ് ഇട്ടു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് അപ്പാർട്ട്മെന്റിലെ ലൈറ്റ് മുഴുവൻ മിന്നി കത്താൻ തുടങ്ങി. അവൻ അവിടെയൊക്കെ ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. പിന്നെയും പരിചയമില്ലാത്ത ഏതോ ശബ്ദം കേൾക്കുന്ന സ്റ്റീവൻ പേടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അവൻ നേരെ ഓടി ലിഫ്റ്റിലേക്ക് കയറി. പക്ഷെ അവന്റെ തന്നെ രൂപം കണ്ണാടി കാണുമ്പോൾ എന്തോ വ്യത്യാസം പോലെ ഫീൽ ചെയ്യുവാണ്. ലിഫ്റ്റിന്റെ വാതിൽ അടയുന്നില്ല. പെട്ടെന്ന് അകലെ എന്തോ ഒരു പ്രത്യേക രൂപം തെളിഞ്ഞു വരുവാണ്. അതൊറ്റ നോട്ടത്തിൽ കണ്ട സ്റ്റീവൻ പേടിച്ചരണ്ടുപോയി. ഒരു കഴുകന്റെ പോലെയുള്ള തലയും ഒരു നീണ്ട മനുഷ്യന്റെ ശരീരവും. അതുമാത്രമല്ല കയ്യിൽ ചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു വടിയുണ്ട്. ശരീരം മുഴുവൻ മമ്മികളുടെ പോലെ തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നു. അത് അവന്റെ അടുത്തേക്ക് നടന്നെടുക്കാൻ തുടങ്ങി. സ്റ്റീവൻ ആകെ പേടിച്ച് നിലത്തിരിക്കുവാണ്. പെട്ടെന്ന് പവർ കട്ടൊക്കെ ശരിയായി. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു അമ്മുമ്മയെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അമ്മുമ്മ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റീവന്റെ ഈ പെരുമാറ്റം കൊണ്ടാണോന്ന് അറിയില്ല, അമ്മുമ്മ ആകെ പേടിച്ചേണ്ട പോലെയാണ് കാണപ്പെടുന്നത്. അവർ പെട്ടെന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഒരു റൂമിലേക്ക് കയറി പോകുന്നു. പെട്ടെന്ന് വീണ്ടും ചെറുതായിട്ട് പവർ കട്ട് പോലെ തോന്നാൻ തുടങ്ങി. സ്റ്റീവൻ അവന്റെ പിന്നിൽ എന്തോ നിൽക്കുന്നത് പോലെ തോന്നി. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ അവൻ നേരത്തെ കണ്ടുപിടിച്ച അതേ രൂപം നിൽക്കുന്നത്. ആകെ ദ്രവിച്ചു തുടങ്ങിയ ഒരു കഴുകന്റെ തലയോട്ടിയാണ് അവന്റെ നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവൻ പെട്ടെന്ന് പേടിച്ചലറി. അതൊരു സ്വപ്നമായിരുന്നോ എന്നറിയില്ല. പിന്നെ സ്റ്റീവൻ കണ്ണു തുറക്കുന്നത് ഒരു ബസ്സിന്റെ ഉള്ളിലാണ്. അവൻ അലർന്ന കണ്ട് ചുറ്റുമുള്ള എല്ലാവരും അവനെങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ സ്റ്റീവൻ ഒരു സമാധാനമായി. പക്ഷെ അവൻ പുറത്തേക്ക് നോക്കിയപ്പോഴും അതേ രൂപം അവിടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. സ്റ്റീവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ അവന്റെ രൂപം കണ്ണാടിയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കാണുമ്പോൾ സ്വയം പേടിയാണ് തോന്നുന്നത്. കാരണം അവന്റെ തന്നെ രൂപം കണ്ണാടിയിൽ കൂടെ അവനെ ശ്രദ്ധിക്കുന്ന പോലെ സ്റ്റീവന് തോന്നുവാണ്. ബസ് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ബസ്സിന്റെ ഉള്ളിൽ ഹാരോയും അയാളുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റീവനെ പിന്തുടരുമായിരുന്നു എന്ന് വേണം കരുതാൻ. അവരുടെ സ്കാരബ് സ്റ്റീവന്റെ കയ്യിലാണല്ലോ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണത്. അല്ലെങ്കിൽ അതന്വേഷിച്ച് ഹാരോയോ ആൾക്കാരും സ്റ്റീവന്റെ പിന്നാലെ ഇത്രയ്ക്ക് വരില്ലല്ലോ. സ്റ്റീവൻ നേരെ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവൻ ജെബിയെ കണ്ട് ഹായ് പറയുന്നു. അത് മാത്രമല്ല തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാൽ ഒന്നും പറയരുതെന്നും സ്റ്റീവൻ ജെബിയോട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ജെബിക്ക് അത്ര വിശ്വാസമാവുന്നില്ല. പിന്നെ അതൊരു മ്യൂസിയം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ കയറി വരാൻ നോക്കുമ്പോൾ അയാളോട് അങ്ങനെ കയറരുതെന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് ജെബിയും പറയുന്നു. അപ്പോഴേക്കും ബോസ് അങ്ങോട്ട് വരുന്നു. സ്റ്റീവൻ നീ എന്നും ലേറ്റ് ആണല്ലേ, പെട്ടെന്ന് നിന്റെ പണി ചെയ്യാൻ നോക്ക്. ദേ പാവയൊക്കെ കൊണ്ട് ഒതുക്കി വെക്കണം. പ്ലീസ് ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡും ഇല്ല, നീ പോയി നിന്റെ പണി ചെയ്യാൻ നോക്ക്. പെട്ടെന്ന് സ്റ്റീവൻ മ്യൂസിയത്തിന്റെ ഉള്ളിൽ ഹാരോയെ കാണുവാണ്. അവനാകെ പേടിയായി. സ്റ്റീവൻ നിന്നോട് പറഞ്ഞു കേട്ടില്ലേ? എന്റെ പൊന്ന് ബോസെ, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് കുറച്ച് സമയം താ. ഞാനിപ്പോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എനിക്ക് കുറച്ച് സമയം താ. ഐ എം സോറി ഡോണ, ഞാനിപ്പോ വരാം. അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് നടക്കുവാണ്. അവിടെ അവൻ കണ്ടതുപോലെ തന്നെ മിസ്റ്റർ ഹാരോ നിൽക്കുന്നുണ്ടായിരുന്നു. ഓ സ്റ്റീവൻ, അപ്പൊ നീ നുണ പറഞ്ഞതല്ലേ? നീ ശരിക്കും ഈ മ്യൂസിയത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്? ഞാൻ നീ കള്ളം പറയുമെന്ന് വിചാരിച്ച്. സ്റ്റീവൻ പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടുള്ള റോണിയോട് ഇയാൾ എന്നെ കുറെ നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ റോണി സഹായിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. പിന്നെ മനസ്സിലാവുന്നുണ്ട്
വന്നത് റോണിയും ഹാരോയുടെ ആളായിരുന്നു. റോണിയോട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അയാളും അമിത് എന്ന് പറയുന്ന ദേവതയിൽ വിശ്വസിക്കുന്ന, ഹാരോയിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അയാൾ അമിത്തിന് ജയ് വിളിക്കുന്നു. ആരാണ് ഈ ദേവതയ്ക്ക് അമിത് എന്നൊക്കെ പേരിട്ടത്? ഇത്രയും നാൾ തനിക്ക് പരിചയം ഉണ്ടായിരുന്ന റോണി പോലും ഈ ഗാങ്ങിൽ പെട്ടതെന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റീവൻ ഞെട്ടിപ്പോയി. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞ സ്കാരബ് ഇല്ലേ, ആ സാധനം എന്റെ കയ്യിലില്ല. അതെവിടെയാന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റീവൻ, ആ സ്കാരബ് എന്റെ അല്ലല്ലോ. അത് നമ്മൾക്ക് ആർക്കും അവകാശപ്പെട്ടതല്ല. അത് അമിത് ദേവതയുടെയാണ്. അത് ഉപയോഗിച്ചിരുന്നത് അമിത്തായിരുന്നു. ഇപ്പോഴും അത് അമിത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞ ഹാരോ അവിടെ ചുമരി കൊത്തിവെച്ചിരിക്കുന്ന അമിത്തിന്റെ രൂപത്തിൽ കൈതൊടുവാണ്. ഈ മ്യൂസിയത്തിൽ പോലും കൊത്തിവെച്ചിരിക്കുന്ന പണ്ടത്തെ ദേവതകളുടെയും മറ്റ് ശക്തികളുടെയും ഒക്കെ കൂട്ടത്തിൽ അമിത്തിന്റെ രൂപവും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുതലയുടെ തലയും അതിന്റെ കൂടെ തന്നെ സിംഹവും ഹിപ്പോപ്പൊട്ടാമസും കൂടിച്ചേർന്ന പോലെയുള്ള ശരീരവുമുള്ള അമിത് എന്ന് പറയുന്ന രാക്ഷസി, അല്ലെങ്കിൽ ഇവർ ആരാധിക്കുന്ന ദേവത. നിങ്ങൾ ഈ പറയുന്ന അമിത് എനിക്ക് എന്താന്ന് മനസ്സിലായി. പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന ദേവതയല്ലേ? വൗ സ്റ്റീവൻ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ നിനക്കും അമിത് ദേവതയെ ആരാധിക്കണമെന്നുണ്ട്, ശരിയല്ലേ? പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുക തന്നെ വേണം. സ്റ്റീവൻ, നീ ആലോചിച്ച് നോക്ക്. നിനക്കൊരു റോസാ പൂന്തോട്ടമുണ്ട്. അവിടേക്ക് കുറെ പ്രാണികൾ കയറിയാൽ ആ റോസാ ചെടികൾ തിന്ന് നശിപ്പിക്കുന്നത് വരെ നീ കാത്തു നിൽക്കുവോ? അതിനേക്കാൾ മുൻപ് നീ ആ പ്രാണികളെ നശിപ്പിക്കില്ലേ? അതുപോലെ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാവരെയും നശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് അമിത്തിന്റെ തീരുമാനം. നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തെന്നും ഇനി എന്തൊക്കെ ചെയ്യുമെന്നും അമിത്തിനറിയാം. അത് വെച്ചാണ് അമിത് നമ്മളെ അളന്നു നോക്കുന്നത്. നമ്മൾ നല്ലവരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തവരെയും മോശം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവരെയും നശിപ്പിച്ചാൽ ഈ ലോകം തന്നെ ഒരു സ്വർഗമായിട്ട് മാറും. ശരിയല്ലേ സ്റ്റീവൻ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ടൊന്നുമല്ല. അങ്ങനെ എല്ലാവരും പിടിച്ച് കൊല്ലാൻ പറ്റുമോ? സ്റ്റീവൻ അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ചുറ്റും നിൽക്കുന്നതിൽ കുറെ പേര് ഹാരോയുടെ ആളുകളാണ്. അയാളുടെ കൂടെ ബസ്സിൽ കയറി വന്നവര്. സ്റ്റീവൻ, നീ ചിന്തിച്ചു നോക്ക്. ഹിറ്റ്ലർ എന്തുമാത്രം കൊടൂരതകളാണ് ചെയ്തു കൂട്ടിയത്. ദേവതയായിട്ടുള്ള അമിത് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവളെ നമ്മൾ സ്വതന്ത്രയാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹിറ്റ്ലർ അതൊക്കെ ചെയ്യുന്നതിന് മുൻപേ തന്നെ അയാൾ ഇല്ലാതെയാവുമായിരുന്നു. അമിത് അവനെ ഇല്ലാതാക്കുമായിരുന്നു. കുറ്റം ചെയ്യുന്നതിന് മുൻപേ തന്നെ അയാൾ ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് തെറ്റുകൾ നമ്മൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കുന്നതിൽ നിന്ന് തടയാൻ പറ്റും. അങ്ങനെ ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാ. ഹിറ്റ്ലറും മറ്റുള്ളവരും ഒക്കെ മോശം ആൾക്കാരായിരുന്നു. പക്ഷെ എന്ന് വെച്ച് നമ്മൾക്ക് ഒരാൾ തെറ്റ് ചെയ്യാത്തത് വരെ അയാളെ കൊല്ലാനുള്ള അവകാശമില്ല. അമിത്തിന്റെ ഈ തീരുമാനങ്ങൾ കാരണം മറ്റു ദൈവങ്ങൾക്ക് അവളോട് ഇഷ്ടക്കേടുണ്ടായി. അവർ അമിത്തിനോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എല്ലാ ദൈവങ്ങൾക്കും അവതാരങ്ങളുണ്ട് മനുഷ്യരുടെ രൂപത്തിൽ. അവരിലൂടെയാണ് ദൈവങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കൽ അമിത്തിന്റെ അവതാരം കാരണം തന്നെ അവൾ ചതിക്കപ്പെട്ടു. അങ്ങനെയാണ് മറ്റു ദൈവങ്ങൾ അവളെ അടച്ചുപൂട്ടി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. അവൾ പുറത്തു വന്നാൽ മാത്രമാണ് ഞാൻ പറഞ്ഞതുപോലെയുള്ള ന്യായവിധി നടപ്പിലാക്കാൻ പറ്റൂ. എന്താ നിങ്ങൾ പറയുന്ന അവതാരം? ഞാൻ അവതാർ എന്ന് പറഞ്ഞ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ എനിക്കിതൊന്നും അറിയില്ല. സ്റ്റീവൻ, സ്റ്റോപ്പ്. ഒരുപക്ഷെ നീ ഇതൊന്നും അറിയേണ്ട ആവശ്യം പോലും ഇല്ല. നീ ആ സ്കാരബ് എനിക്ക് തിരിച്ചു തന്നാൽ മതി. അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാണോ? നിന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ എനിക്ക് അറിയാം സ്റ്റീവൻ. നിന്റെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ആ ശബ്ദം, അത് നിന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ടല്ലേ? നീ എത്ര ശ്രമിച്ചിട്ടും ആ ശബ്ദം നിന്റെ തലയിൽ നിന്ന് പോകുന്നേ ഇല്ല അല്ലേ? നിന്റെ ജീവിതത്തിന്റെ താളം അത് തെറ്റിക്കുകയാണ്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഒരുപക്ഷെ നിന്റെ ആത്മാവും ശുദ്ധമാണോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ആ മലയെ വെച്ചൊരു അമ്മൂമ്മയെ കൊല്ലുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണ് നിങ്ങൾ എന്റെ അടുത്തും ചെയ്യാൻ പോകുന്നത്? അവരെ ഞാനല്ല കൊന്നത് സ്റ്റീവൻ. ഞാനിങ്ങനെ ചെയ്തപ്പോ അവർ ഭാവിയിൽ എന്തോ ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അമിത് കണ്ടെത്തി. അതുകൊണ്ട് അമിത് തന്നെയാണ് അവരുടെ ആത്മാവിനെ വലിച്ചെടുത്തത്. അതൊരു നല്ല കാര്യമല്ലേ? ഇങ്ങനെ പറഞ്ഞ് നേരത്തെ അമ്മൂമ്മയുടെ അടുത്ത് ചെയ്തതുപോലെ ഹാരോ സ്റ്റീവന്റെ അടുത്തും ചെയ്യുവാണ്. ആ മുതലയുടെ ഷേപ്പുള്ള വടി അയാൾ സ്റ്റീവന്റെ കൈകളിൽ വെച്ചു. അതോടെ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ അയാളുടെ കയ്യിൽ ആ ത്രാസ് ആടാൻ തുടങ്ങി. പക്ഷെ അത് ആടി ആടി നിൽക്കുന്നതല്ലാതെ ഒരിക്കലും സെറ്റ് ആവുന്നില്ല. ഒന്നുകിൽ ഗ്രീൻ കളർ ആവണം, അല്ലെങ്കിൽ റെഡ് കളർ ആവണം. ഇതൊന്നും ആവുന്നില്ല. ഇത് കണ്ട് ഹാരോ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ഇതുപോലെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ല സ്റ്റീവൻ. നിന്റെ ഉള്ളിൽ ഒരു മഹാവിപത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സർവനാശം. ഇതൊക്കെ കേട്ട് പേടിയായ സ്റ്റീവൻ നേരെ അവിടെ നോടി. ഹാരോയുടെ ആളുകൾ പിന്നാലെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും തൽക്കാലം വേണ്ടെന്ന് അയാൾ പറയുന്നു. ഇപ്പൊ രാത്രിയായിട്ടും ലേറ്റായി വന്നതുകൊണ്ട് അവന് ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയി. അധികം ആളുകളൊന്നും ഇപ്പൊ അവിടെ ഇല്ല. പെട്ടെന്ന് അവിടെ ഒരു പട്ടിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മ്യൂസിയത്തിന്റെ ഉള്ളിൽ പട്ടി വരാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് എവിടുന്നാണ് ശബ്ദം വരുന്നതെന്ന് നോക്കി സ്റ്റീവൻ അങ്ങോട്ട് നടക്കുവാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോ കണ്ണാടിയിൽ അവനെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൻ മുന്നോട്ട് നടന്നെങ്കിലും അവന്റെ കണ്ണാടിയിലെ രൂപം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ അവിടെ തന്നെ നിൽക്കുവാണ്. സ്റ്റീവൻ പട്ടിയുടെ സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. ഇനി എങ്ങാനും പട്ടി കിട്ടുവാണെങ്കിൽ മ്യൂസിയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടാന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്റ്റീവൻ എങ്ങനെ നോക്കുന്നത്. പക്ഷെ സ്റ്റീവന്റെ പിന്നിലായിട്ട് രണ്ട് തിളങ്ങുന്ന കണ്ണുകളാണ് കാണാൻ പറ്റുന്നത്. സ്റ്റീവൻ മുന്നിലേക്ക് നടന്നപ്പോ അവിടെ ഒരു ഭീകരജീവിയുടെ നിഴൽ അവന് കാണാൻ പറ്റി. അവന് പണി പാടിയെന്ന് മനസ്സിലായി. സ്റ്റീവൻ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. പെട്ടെന്ന് സ്റ്റീവന് ഹാരോയുടെ ശബ്ദം കേൾക്കാൻ പറ്റി. സ്റ്റീവൻ ഗ്രാൻഡ്, ആ സ്കാരബ് എനിക്ക് തരികയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റും. സ്റ്റീവൻ പെട്ടെന്ന് ആ ജീവിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ബാഗ് അപ്പുറത്തെ സൈഡിലേക്ക് എറിയുവാണ്. എന്നിട്ട് എണിട്ടപ്പോഴേക്കും അവന്റെ കൈ തട്ടിയൊരു പാത്രം വീഴാൻ പോയി. പക്ഷെ ആ സൗണ്ട് കേട്ട് ആ ഭീകരജീവി അവന്റെ പിന്നാലെ കുതിച്ച് പാഞ്ഞു വരുവാണ്. ഒരു പിശാചിന്റെ രൂപത്തിലുള്ള ഭീകര പട്ടിയായിരുന്നു അത്. കണ്ടാ തന്നെ പേടിയാവും. സ്റ്റീവൻ പേടിച്ചലറിക്കൊണ്ട് മ്യൂസിയത്തിന്റെ വഴികളിൽ കൂടെ ഓടാൻ തുടങ്ങി. അവൻ ആ പട്ടിയെ തടയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് സ്പൈഡർമാനെ പോലെ ചുമരിലൊക്കെ
പറ്റിപ്പിടിച്ച് കയറുന്ന തരം ഒരു പ്രത്യേക ഭീകരജീവിയാണ്. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ അത് സ്റ്റീവനെ കടിച്ചു കീറാൻ റെഡിയാ. അവൻ നേരെ ഓടി അവിടുത്തെ വാഷ്റൂമിലേക്ക് കയറുവാണ്. പെട്ടെന്ന് അവന് ഓരോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. സ്റ്റീവൻ, എന്നെ കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റും, പക്ഷെ ബോഡിയുടെ കൺട്രോൾ എനിക്ക് വിട്ടുതരണം, എന്നാൽ മാത്രമേ എനിക്കതിനെ തോൽപ്പിക്കാൻ പറ്റൂ. എവിടുന്നാണ് ശബ്ദം വരുന്നതെന്ന് അറിയാതെ സ്റ്റീവൻ ചുറ്റും തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴാണ് അവൻ അവന്റെ കണ്ണാടിയിലെ റിഫ്ലക്ഷനിൽ അവന്റെ തന്നെ രൂപം അവനോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ രൂപം അവന്റെ സെയിം ആണെങ്കിലും കണ്ണാടിയിലെ രൂപത്തിന് ഒട്ടും തന്നെ പേടി തോന്നുന്നില്ല. ഇതാരാ? ഇത് ഞാൻ തന്നെയല്ലേ? നീ എങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? എന്ത് കൺട്രോൾ നിനക്ക് തരണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പുറത്തുള്ള പേപ്പട്ടി ആ വാഷ്റൂമിന്റെ അടച്ചിട്ട വാതിലിൽ ശക്തി വന്ന് ഇടിക്കാൻ തുടങ്ങി. സ്റ്റീവൻ, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നമ്മൾക്ക് സമയമില്ല. ആ ഭീകരജീവി കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് കയറി വരും. അത് നിന്നെ കടിച്ചു കീറും. ഇല്ലില്ല, എനിക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ എന്റെ സ്വപ്നമായിരിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നതാ. ഒന്നും പറ്റില്ല. സ്റ്റീവൻ എന്നെ നോക്ക്. നോ, നീ എന്റെ തലയുടെ ഉള്ളിൽ കയറി എന്നെ പറ്റിക്കുവാണ്. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവും, പക്ഷെ ഇതൊന്നും റിയൽ അല്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് മാത്രമോ. ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് എല്ലാം ശരിയാവും. സ്റ്റീവൻ, എന്നെ നോക്ക്. ഇതൊന്നും നിന്റെ തോന്നലല്ല. ഇന്നലെ ഉണ്ടായതും ഇന്നിവിടെ നടക്കുന്നതൊക്കെ ശരിക്കുള്ള കാര്യങ്ങളാണ്. അതിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി. നീ മരിക്കാതെ, അതായത് നമ്മൾ മരിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇതെന്റെ വാക്ക്. പക്ഷെ അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം എനിക്ക് മുഴുവനായി വിട്ടുതരണം. ഇതൊക്കെ കേട്ടപ്പോൾ സ്റ്റീവന് തോന്നി, ഒരുപക്ഷെ ഇതൊക്കെ ശരിയാണെങ്കിലോ, ഇതൊക്കെ സത്യമാണെങ്കിലോ ഇപ്പൊ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും കാണുന്നില്ല. അവൻ മനസ്സുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കണ്ണാടിയിൽ കാണുന്ന രൂപത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുവാണ്. അങ്ങനെ വിചാരിച്ചതോടെ എന്തോ ഒരു ബാധ കയറുന്നത് പോലെ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ മുഴുവനായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഒരു പുതിയ വസ്ത്രം അവന്റെ ബോഡിയിലാകെ ഇഴഞ്ഞു കയറുന്നത് പോലെ സ്റ്റീവൻ അനുഭവപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഭീകരജീവി വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കയറുവാണ്. അത് സ്റ്റീവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ? നമ്മൾ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത്. ഉള്ളിലേക്ക് ഇത്രയും കോലാഹലം ഉണ്ടാക്കി ചെന്ന ആ പേപ്പട്ടി രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് കൈ നീട്ടിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ അവന് പുറത്തേക്ക് ആരും വിടുന്നില്ല. ആരോ അതിനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. ഒരു പ്രത്യേക സ്യൂട്ട് ധരിച്ച വ്യക്തി വെറും 2-3 ചവിട്ടുകൊണ്ട് ആ ഭീകരനായ പേപ്പട്ടിയെ ചതച്ചു കളയുവാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രൂപം. അവൻ നമ്മളുടെ നേരെ തിരിയുന്നു. കണ്ണിൽ ചന്ദ്രന്റെ പ്രകാശമുള്ള, ശരീരം മുഴുവൻ ഈജിപ്ഷ്യൻ പുരാണത്തിലെ യോദ്ധാക്കളെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന, ചന്ദ്രന്റെ ചിഹ്നം നെഞ്ചിലും കൈകളിലും പതിപ്പിച്ചിട്ടുള്ള ഒരു അപാരമായ യോദ്ധാവ്. ഇവനാണ് ചന്ദ്രദേവന്റെ വാടക കൊലയാളി, അല്ലെങ്കിൽ ദി മൂൺ നൈറ്റ്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കുറെ പേർക്ക് കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. എന്നാലും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ലണ്ടനിലെ നാഷണൽ ആർട്ട് ഗാലറിയിൽ ജോലി ചെയ്യുന്ന സ്റ്റീവൻ ഗ്രാൻ വിചാരിക്കുന്നത് അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമാണെന്നാണ്, സ്ലീപ്പ് വാക്കിംഗ്. പക്ഷെ ശരിക്കും അവന്റെ അസുഖം അതല്ല. അവന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. DID അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ പല വ്യക്തികൾ ഉള്ളത് പോലെയുള്ള ഒരു അസുഖമാണിത്. പല പേഴ്സണാലിറ്റികൾ ഒരൊറ്റ ശരീരത്തിലുണ്ടാവും. ഇതൊക്കെ ഒരുമിച്ചായിരിക്കില്ല വരുന്നത്. നമ്മൾ അന്യൻ സിനിമയിൽ കണ്ട പോലെ ചിലപ്പോൾ അന്യനായിരിക്കും, ചിലപ്പോൾ അമ്പിയായിരിക്കും, ചിലപ്പോൾ റെമോ ആയിരിക്കും. ഈ പേഴ്സണാലിറ്റി ഇങ്ങനെ മാറി കളിക്കും. ഇടയ്ക്കിടയ്ക്ക് മാർക്ക് എന്ന് കേട്ടില്ലേ? അത് സ്റ്റീവന്റെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ണാടി കണ്ട അയാളാണ് ഈ പറയുന്ന മാർക്ക്. സ്റ്റീവന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ് അവൻ, അല്ലാതെ പുറത്തുള്ള ഒരാളല്ല. സ്റ്റീവൻ അവന്റെ ബോഡിയുടെ കൺട്രോൾ മാർക്കിന് വിട്ടുകൊടുത്തപ്പോൾ മാർക്ക് ആ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. പിന്നീട് മാർക്ക് എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് സ്റ്റീവന് ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് ഇത്രയും നാൾ മാർക്ക് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി തന്റെ ഉള്ളിലുള്ളതായിട്ട് സ്റ്റീവൻ ഇപ്പൊ അറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ മാർക്കിന്റെ കാര്യം അങ്ങനെയല്ല. സ്റ്റീവൻ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും അവൻ സ്റ്റീവന്റെ മറ്റൊരു പേഴ്സണാലിറ്റി ആണെന്നും ഇതൊക്കെ മാർക്കിന് അറിയാം. അത് മാത്രമല്ല, ബോഡിയുടെ കൺട്രോൾ സ്റ്റീവൻ ആണെങ്കിലും ആ സമയത്ത് സ്റ്റീവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാർക്കിന് കാണാനും അറിയാനും ഒക്കെ പറ്റുന്നുണ്ട്. എന്നാലും സ്റ്റീവൻ അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന ഈ 2 പേഴ്സണാലിറ്റികൾ, അതിൽ ആർക്കാണ് ബോഡിയുടെ കൺട്രോൾ ഉള്ളത് അവർക്കാണ് ആ ബോഡിയെ നിയന്ത്രിക്കാൻ പറ്റൂ. ഈ കാര്യം മനസ്സിലായല്ലോ? സ്റ്റീവൻ ഗ്രാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് മാർക്ക് അവന്റെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കും. താൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി സ്റ്റീവൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. കാലി കെട്ടിടുക, മണലിടുക, സെലോടൈപ്പ് ഒട്ടിക്കുക വാതിലിൽ. ബോഡിയിലേക്ക് മാർക്ക് വന്നു കഴിയുമ്പോൾ അവൻ കാലിലെ കെട്ടഴിച്ച് മണലിക്കോട് നടന്ന് സെലോടൈപ്പ് കോരി പുറത്തേക്ക് പോകും. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ സ്റ്റീവൻ വെച്ചതുപോലെ തന്നെ ചെയ്തിട്ടാണ് മാർക്ക് തിരിച്ചു കയറി കിടക്കുക. കാരണം സ്റ്റീവൻ എണീറ്റ് കഴിയുമ്പോൾ അവൻ ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ സ്റ്റീവനിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് മാർക്ക് അവന്റെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാറുള്ളത്. അതെന്തിനായിരിക്കും എന്നൊക്കെ വഴിയെ മനസ്സിലാവും. പക്ഷെ രാത്രി മാർക്ക് പോയി ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സ്റ്റീവന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായ ക്ഷീണം തോന്നാറുണ്ട്. അതുപോലെ പല സമയത്തും സ്റ്റീവൻ പല കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞു എന്നും മറ്റുള്ളവരെന്ന് പറയുമ്പോൾ താൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് സ്റ്റീവൻ വിചാരിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തതും പറഞ്ഞതും അവന്റെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. അത് മാർക്കായിരിക്കും. മ്യൂസിയത്തിലെ കുട്ടി സ്റ്റീവനോട് അപ്പൊ നിങ്ങൾ എന്താ സ്വർഗത്തിലേക്ക് പോകാത്തെന്ന് ചോദിക്കുമ്പോൾ സ്റ്റീവൻ പെട്ടെന്ന് കുറച്ച് പേടിക്കുന്നുണ്ട്. അതിന് ഞാൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. പക്ഷെ സ്റ്റീവൻ എപ്പോഴും ഒരു പേടിയുണ്ട്. അവൻ സ്വപ്നം കാണുവാണോ, അവൻ സ്വപ്നത്തിലാണോ, അതോ അവൻ മരിച്ചു പോയോ, ഇതൊക്കെ റിയൽ ആണോ, ഇങ്ങനെയൊക്കെ സ്റ്റീവൻ വിചാരിക്കുന്നുണ്ട്. കാരണം അവന്റെ അവസ്ഥ അത്രയും മോശമായി.
അവൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്നു. ഇങ്ങനെ കുറെ ആയപ്പോൾ അവൻ ഇങ്ങനെയുള്ള ഓരോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പേടിക്കുന്നത്. പിന്നെ ഈ ഡൈലനുമായിട്ട് ഡേറ്റിന് പോവാന്ന് പറഞ്ഞ കാര്യം സ്റ്റീവൻ ഓർമ്മയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ ഉള്ളിലെ മറ്റേ പേഴ്സണാലിറ്റി ആയിരിക്കുമല്ലോ അവളെ ഡേറ്റിന് പോവാന്ന് പറഞ്ഞ് വിളിച്ചത്. ആ കാര്യം സ്റ്റീവൻ ഓർമ്മയില്ല. കാരണം ആ സമയത്ത് ബോഡി സ്റ്റീവന്റെ കൺട്രോളിലായിരുന്നില്ല. അതുപോലെ ഒറ്റ ചിറകുള്ള മീനിന് പകരം 2 ചിറകുള്ള മീൻ വന്നപ്പോൾ സ്റ്റീവന് സംശയം തോന്നി. അവൻ മീൻ കടയിൽ പോയി ചോദിക്കുമ്പോൾ ഇന്നലെ സ്റ്റീവനോട് വന്നതായിട്ടും 1 ചിറകുള്ള മീനെ കിട്ടുമെന്ന് ചോദിച്ചതായിട്ടും അവിടുത്തെ ലേഡി പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തത് സ്റ്റീവൻ അല്ല. ആ കാര്യമൊന്നും സ്റ്റീവൻ ഓർമ്മയില്ലല്ലോ. അതെന്തായാലും അവന്റെ ഉള്ളിൽ മറ്റൊരു പേഴ്സണാലിറ്റി, അതായത് മാർക്കായിരിക്കും ചെയ്തത്. 2 ദിവസവും അതിലധികവും ഒക്കെ സ്റ്റീവന്റെ ബോഡിയുടെ കൺട്രോൾ പലപ്പോഴും മാർക്ക് ഏറ്റെടുക്കാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഗസ് എന്ന് പറയുന്ന ഒറ്റച്ചെറുകുള്ള മീൻ ചത്തുപോയിട്ടുണ്ടാവും. സ്റ്റീവൻ തിരിച്ച് ബോധത്തിലേക്ക് വരുമ്പോൾ അവന് വിഷമം ഉണ്ടാകുന്നു, അവന് സംശയം തോന്നുന്നുണ്ടാവുന്ന വിചാരിച്ചിട്ടായിരിക്കും മാർക്ക് ആ ചത്ത മീനിനെ മാറ്റി പുതിയൊരു ഒറ്റച്ചെറുകുള്ള മീനിനെ മേടിക്കാൻ വേണ്ടി പോയത്. പക്ഷെ ഒറ്റച്ചെറുകുള്ള മീനിനെ കിട്ടാത്തതുകൊണ്ട് 2 ചിറകുള്ള ഗോൾഡ് ഫിഷിനെ മേടിച്ചുകൊണ്ട് ഇട്ട് കാണും. ഇത് മാർക്കായിരിക്കും ചെയ്തത്. പിന്നെ മാർക്ക് ഇങ്ങനെ ബോഡി ഏറ്റെടുക്കുന്ന സമയത്ത് അവൻ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ കണ്ടതുപോലെ മാർക്ക് ഒരു ഫൈറ്റർ ആണ്. സ്റ്റീവൻ ഒരു പാവമാണ്. അമിത് എന്ന് പറയുന്ന ദേവതയുടെ കുറെ ആരാധകരുണ്ട്. അമിത് എങ്ങനെയാണ് വിധി നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരാൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളെ കൂടി നോക്കിയിട്ടാണ് അമിത് ശിക്ഷ വിധിക്കുന്നത്. പക്ഷെ തൽക്കാലം അമിത്തിനെ ആരൊക്കെയോ ചേർന്ന് പൂട്ടി വെച്ചിരിക്കുകയാണ്. അമിത്തിനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലെ ലീഡറായിട്ടുള്ള ആർതർ ഹാരോയും അയാളുടെ കയ്യിലിരിക്കുന്ന അമിത്തിന്റെ മാന്ത്രികവടി ഉപയോഗിച്ചാണ് തൽക്കാലം അമിത് ഈ പറയുന്ന ജഡ്ജ്മെന്റ് നടത്തുന്നത്. അമിത്തിനെ എവിടെയോ പൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പവർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അവളുടെ ശക്തിയുടെ ഒരു അംശം ആർതർ ഹാരോയുടെ ആ മന്ത്രവടിയിലുണ്ട്. സോ അമിത്തിന് വേണ്ടി അയാൾ ഇങ്ങനെ ആത്മാവിനെ അളക്കുന്ന ജഡ്ജ്മെന്റ് ചെയ്യുന്നു. പക്ഷെ അയാൾക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. എവിടെയോ തടവിലാക്കപ്പെട്ടിരിക്കുന്ന അമിത്തിനെ മോചിപ്പിക്കണം. അങ്ങനെ ഒറ്റയടിക്ക് അമിത് ഒരുപക്ഷെ ഈ ഭൂമിയിൽ എല്ലാവരുടെയും ആത്മാവിനെ ജഡ്ജ് ചെയ്യും. എന്നിട്ട് പാപം ചെയ്തവരെയും ചെയ്യാൻ സാധ്യതയുള്ളവരെയൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൊന്നുകളയും. അങ്ങനെ ഈ ലോകം നല്ലവർ മാത്രമുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് മാറും. ഇതാണ് ആർതർ ഹാരോയുടെയും അമിത്തിനെ വിശ്വസിക്കുന്നവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മളുടെ മാർക്ക് ഈ ഹാരോയുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്ക് ഇതിനൊക്കെ എതിരായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഗോൾഡൻ സ്കാരബ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ വസ്തുവാണ്. ഈ സ്കാരബ് അമിത്തിന്റെ ആയിരുന്നു എന്നാണ് ഹാരോ പറയുന്നത്. അതാണ് മാർക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സ്റ്റീവൻ പുറത്തു വന്നു. പിന്നെ കുറെ പേര് ഈ സ്കാരബ് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റീവൻ ബ്ലാക്ക് ഔട്ട് ആവുന്നുണ്ട്. സ്റ്റീവൻ ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആവുന്ന സമയത്ത് മാർക്ക് ആ ശരീരം ഏറ്റെടുക്കും. മാർക്കിന്റെ കയ്യിൽ ബോഡിയുടെ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും നോക്കില്ല, ചുറ്റുമുള്ള ശത്രുക്കളെയൊക്കെ കൊന്നുതള്ളും. സ്റ്റീവന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് മാർക്കിന്. സ്റ്റീവൻ തിരിച്ച് ബോഡിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് പോലും അവൻ ഓർമ്മയുണ്ടാവില്ല. ഇത് തന്നെയാണ് എല്ലാ വട്ടവും ബ്ലാക്ക് ഔട്ട് ആവുമ്പോൾ സംഭവിക്കുന്നത്. വാനി വെച്ച് 2 വട്ടം ബ്ലാക്ക് ഔട്ട് ആയി. സ്റ്റീവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ എതിരാളികളെയൊക്കെ ആരോ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാർക്കായിരുന്നു. പിന്നെ സ്റ്റീവൻ അവന്റെ ബെഡിൽ എഴുന്നേൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കുന്നു. പക്ഷെ ശരിക്കും എന്താ ഉണ്ടായത്? ഇതൊക്കെ കഴിഞ്ഞ് മാർക്ക് എപ്പോഴോ തിരിച്ച് റൂമിലേക്ക് കയറി. എന്നിട്ട് ആ മണലും കാലിലെ കെട്ടും സെലോട്ടപ്പും ഒക്കെ അതുപോലെ തന്നെ ഒട്ടിച്ചു വെച്ചിട്ട് തിരിച്ചു കയറി കിടന്നു. അത് കഴിഞ്ഞ് മാർക്ക് അവന്റെ ബോഡിയിൽ നിന്ന് തൽക്കാലത്തേക്ക് പോയി. സ്റ്റീവന്റെ പേഴ്സണാലിറ്റി തിരിച്ചു വന്നു. എഴുന്നേറ്റ് നോക്കുന്ന സ്റ്റീവൻ ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചു. ഇതാണ് സംഭവിച്ചത്. പക്ഷെ ഗോൾഡ് ഫിഷിനെ കണ്ടതോടെ സ്റ്റീവന് സംശയങ്ങൾ വരാൻ തുടങ്ങി. ഒരു ചെറുക് എന്തായാലും മുളച്ച് 2 ചെറുക് ആവില്ലല്ലോ. അതുപോലെ ലാസ്റ്റ് ടൈം സ്റ്റീവന്റെ ബോഡിയിൽ മാർക്ക് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം 2-3 ദിവസത്തോളം മാർക്ക് ഈ ഹാരോയുടെ ആളുകളുടെ പിന്നാലെയായിരുന്നു ഈ സ്കാരബ് മോഷ്ടിക്കാൻ വേണ്ടി. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഡേറ്റ് പറഞ്ഞ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെയാണ് ഡൈലൻ സ്റ്റീവനോട് ദേഷ്യപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ഡേറ്റ് പറഞ്ഞു വെച്ചത് പോലും സ്റ്റീവൻ അല്ല. അത് ചിലപ്പോൾ മാർക്കായിരിക്കാം. പിന്നെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോണും അതിന്റെ ചാർജറും ഒക്കെ കിട്ടിയല്ലോ, അതും മാർക്കിന്റെ ആയിരിക്കും. അത് ഈ പേര് സേവ് ചെയ്തിരിക്കുന്ന കുറെ മിസ്ഡ് കോൾ അടിച്ചിരിക്കുന്ന ലൈലയും മാർക്കിനെ പരിചയമുള്ളവളായിരിക്കും. മാർക്കാന്ന് വിചാരിച്ചിട്ടാണ് ലൈല സ്റ്റീവന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത്. ഇതൊന്നും സ്റ്റീവന് മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് വെച്ച് കണ്ണാടിയിൽ കണ്ട ആ രൂപം അത് മാർക്കിന്റെ ആയിരുന്നു. നമ്മളുടെ ഉള്ളിലുള്ള വേറൊരു പേഴ്സണാലിറ്റി പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ കണ്ണാടികളിൽ കൂടെയും റിഫ്ലക്ഷൻസിൽ കൂടെയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പോയി കുറച്ചു നേരം നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ മാർക്കും സ്റ്റീവനും അല്ലാതെ ഇടയ്ക്ക് ഒരു കഴുകന്റെ അസ്ഥികൂടം പോലെയുള്ള രൂപത്തെ നമ്മൾ കാണുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. പക്ഷെ അയാളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാറുള്ളത്. അതായത്, എടാ മണ്ടൻ സ്റ്റീവ, നീ തിരിച്ചു വന്നോ, നിന്റെ ബോഡിയുടെ കൺട്രോൾ മാർക്കിന് കൊടുക്ക്, സ്റ്റീവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കും മാർക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ പറയുന്ന കഴുകന്റെ അസ്ഥികൂടമുള്ള ജീവിയാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ മനസ്സിലാവും. ആ സാധനവും സ്റ്റീവനും മാർക്കും തമ്മിലൊക്കെ എന്താണ് ബന്ധം? ആരാണ് ലൈല? ആരാണ് അമിത്തിനെ അടച്ചു വെച്ചത്? എന്തിനാണ് ഈ സ്കാരബ്? ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. പിന്നെ ലിഫ്റ്റി വെച്ച് ഭയങ്കരമായിട്ട് ഈ കഴുകന്റെ അസ്ഥികൂടത്തിനെ കണ്ട് പേടിക്കുന്ന സ്റ്റീവൻ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ മാർക്കായിരുന്നു അവന്റെ ബോഡി കൺട്രോൾ ചെയ്തത്. പിന്നെ സ്റ്റീവൻ എണിക്കുന്നത് ഒരു ബസ്സിൽ വെച്ചാണ്. ആ ബസ്സിൽ ഹാരോയും ആളുകളുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്ന് ഈ പട്ടി ഉണ്ടല്ലോ, ഒരു പട്ടി രാക്ഷസൻ, അതിനെ ആർതർ ഹാരോ വരുത്തിയതാണ് അമിത്തിന്റെ മാന്ത്രിക വടിയിലെ ശക്തി ഉപയോഗിച്ച്. അതുപോലെ എപ്പിസോഡിന്റെ ഏറ്റവും തുടക്കത്തിൽ ആർതർ ഹാരോ എന്തിനാണ് തന്റെ ചെരുപ്പിൽ ആ കുപ്പിച്ചില് പൊടിച്ചിട്ട് നടന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ആക്ച്വലി ഇത് പല സ്ഥലത്തും നിലവിലുള്ള ഒരു ആചാരമാണ്. തന്റെ പാപങ്ങൾ കഴുകി കളയാൻ വേണ്ടി സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമിത്തിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരിക്കും. ഇപ്പോ കവളിക്കൂടെ ശൂലം കയറ്റുക, തീക്കാനിലിട്ട് അതിൽ കൂടെ നടക്കുക, സ്വന്തം ശരീരത്തിൽ വാൾ
വാളുകൊണ്ടൊക്കെ മുറിച്ച് പരിക്കേൽപ്പിക്കുക, അങ്ങനെ പല ആചാരങ്ങളും നമുക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുപോലൊരു ആചാരമായിരിക്കും ഇതും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ കുപ്പിച്ചിലിട്ട് നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ആർതർ ഹാരോയ്ക്ക് വേദനിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വേദനിക്കുമ്പോൾ താനൊരു ദൈവമല്ല, ദൈവമായിട്ടുള്ള അമിത്തിന്റെ വിധി നടപ്പിലാക്കുന്ന ഒരു ശിഷ്യൻ മാത്രമാണ് താനെന്ന് ഹാരോയ്ക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റും. അവന് തെറ്റായ ചിന്തകൾ വരില്ല. ഇതിനും കൂടി വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കുപ്പിച്ചില് പിടിച്ചിട്ട് നടക്കുന്നത്. പിന്നെ ഈ പേഴ്സണാലിറ്റിയുടെ കാര്യം പറഞ്ഞതൊക്കെ ചിലപ്പോൾ സ്റ്റീവൻ, ചിലപ്പോൾ മാർക്ക്. പക്ഷെ സ്റ്റീവന്റെ ശരീരത്തിലേക്ക് മാർക്ക് കയറി കഴിയുമ്പോൾ അവൻ വേറെ എന്തോ ആയിട്ട് മാറുകയാണ്. ഒരു പുതിയ അവതാരം പോലെ, ഒരു സൂപ്പർ ഹീറോയുടെ പോലെ. ആ അവതാരത്തിന്റെ പേരാണ് ദി മൂൺ നൈറ്റ്. പക്ഷെ അതിനെപ്പറ്റി ഈ എപ്പിസോഡിൽ നമുക്ക് കൂടുതലൊന്നും മനസ്സിലാവില്ല. അതിനുവേണ്ടി അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.